Morning, you all. Morning. Morning. എല്ലാവരും കേൾക്കാലോ? സൗണ്ട് അല്ലേ? ഗുഡ് മോർണിംഗ് പറ. സോ എല്ലാവരും അഭ്യാസ് 2 കംപ്ലീറ്റ് ചെയ്യുന്ന വിശ്വസിക്കുന്നു. So we can wait for few seconds and we can start the session. Welcome back. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. So now it's 6 So in the last class നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്? In the last class we have discussed the concept of depreciation, then the concept or the equation, possible equation of national income of India, then personal income, personal disposable income. We have discussed it. I think it is clear for everyone. Okay, Anna? Any doubt from that portion? Depreciation, then personal income, personal disposable income. ആ ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? Any doubt? If there is no doubt, then we can move forward. So നമ്മൾ എന്താന്ന് പറഞ്ഞാൽ, in national income accounting we need to consider the impact of depreciation. Depreciation means it actually represents the wear and tear of capital goods ആണ്. നമ്മുടെ ക്യാപിറ്റൽ ഗുഡ്സിൽ ഉണ്ടാവുന്ന തേയ്മാനമാണ് ഡിപ്രീസിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു ക്യാപിറ്റൽ ഗുഡ് ഉണ്ടെങ്കിൽ even though it is not getting consumed or it is not getting transformed during production process, ഈ പറഞ്ഞ ക്യാപിറ്റൽ ഗുഡ് തേയ്മാനത്തിന് വിധേയമാവുന്നുണ്ട്. കണ്ടിന്യൂസ് യൂസേജ് കാരണം, മെഷീൻസ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്ന കാരണം ഇറ്റ് ഈസ് ഗെറ്റിംഗ് എന്താ പറയണ്ടേ, തേയ്മാനം അതിനുണ്ടാവുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? We need to replace capital stock at adequate intervals. ഇടയ്ക്കിടയ്ക്ക് ഈ തേയ്മാനം ഉണ്ടാവുന്ന എഫിഷ്യൻസി കുറഞ്ഞ ക്യാപിറ്റൽ ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? റീപ്ലേസ് ചെയ്യേണ്ടി വരും. സോ ഇൻ കേസ് ഞാൻ ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നില്ല എങ്കിൽ, ഒരു കൺട്രിയിലെ ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നില്ല എങ്കിൽ, when I am considering national income accounting, there may be a chance for ഓവർ എസ്റ്റിമേഷൻ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ്. അതായത് ഈ തേയ്മാനം മൂലം എന്താ ഉണ്ടാവുന്നത്? ഒരു ക്യാപിറ്റൽ സ്റ്റോക്ക് ഇല്ലാണ്ടാവുകയും അതിനുശേഷം കുറെ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പുതിയ ക്യാപിറ്റൽ ഗുഡ് നമ്മൾ വാങ്ങുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യുകയും ചെയ്യുന്നു. സോ അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം ഉണ്ടാവുന്നത് വെച്ചാൽ, ഈ പറഞ്ഞ ക്യാപിറ്റൽ സ്റ്റോക്ക് ഇല്ലാണ്ടാവുന്നത്, തേയ്മാനം മൂലം ഇല്ലാണ്ടാവുന്നത് നമ്മൾ കണക്കാക്കിയില്ല എങ്കിൽ എക്കണോമിയിൽ കൂടുതൽ ക്യാപിറ്റൽ ഗുഡ് ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കാൻ കാണാവുന്നു. അത് മാത്രമല്ല, ഡിപ്രീസിയേഷൻ മൂലം ഉണ്ടാവുന്ന ഡിപ്രീസിയേഷൻ മൂലം ഉണ്ടാവുന്ന ലോസ് നമ്മൾ റീപ്ലേസ് ചെയ്തില്ല എങ്കിൽ ഇറ്റ് ക്യാൻ റിസൾട്ട് ഇൻ fall in GDP. GDP കുറയാൻ, ഒരു കൺട്രിയിലെ ഉൽപാദനം കുറയാൻ കാരണമാവുന്നു, ഇല്ലേ? അതുപോലെ നമ്മൾ പറഞ്ഞു, the depreciation allowance need to be deducted from the GDP or GNP for estimating national income. So national income എസ്റ്റിമേറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ പറഞ്ഞ GDP, GNPയിൽ നിന്നും ഡിപ്രീസിയേഷൻ റെഡ്യൂസ് ചെയ്യേണ്ടി വരും. Why we are reducing depreciation? കാരണം എന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു, നാഷണൽ ഇൻകം എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞു, ഇൻകം ഈസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ഒക്കെയാണ്. സോ നമ്മുടെ ഫേമിന്
ഉൽപ്പന്നം വിറ്റ ശേഷം കിട്ടുന്ന പൈസ ഫേം എന്ത് ചെയ്യുന്നു? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കോമ്പൻസേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ കിട്ടിയ ഇൻകം അല്ലെങ്കിൽ കിട്ടിയ എമൗണ്ട് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാൻ പറ്റില്ല? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാൻ കഴിയില്ല. കുറച്ച് എമൗണ്ട് ദേ ഹാവ് ടു കെപ്റ്റ് അസൈഡ് ഫോർ റിപ്പയറിംഗ്. ഈ റിപ്പയർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം തേയ്മാനം ഉണ്ടാകുമ്പോൾ എഫിഷ്യൻസി കുറയും. അങ്ങനെ ഉണ്ടാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? റിപ്പയർ ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞല്ലോ, ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഏതെങ്കിലും പൊട്ടിപ്പോയ പാർട്സ് ഉണ്ടെങ്കിൽ അത് ഫിറ്റ് ചെയ്യേണ്ടി വരും. നട്ടും ബോൾട്ടും ഉണ്ടെങ്കിൽ അത് ടൈറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അത് പുതിയ മേടിക്കേണ്ടി വരും. സോ ഇങ്ങനെയുള്ള ചെലവുകൾക്ക് വേണ്ടിയിട്ട് ഒരു എമൗണ്ട് കമ്പനിക്ക് മാറ്റി വെക്കേണ്ടി വരും. അതിനു വേണ്ടിയാണ് ഈ പറഞ്ഞ ഡിപ്രീഷൻ എലമെന്റ്സ് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത്. സോ GDP മൈനസ് ഡിപ്രീസിയേഷൻ എലമെന്റ്സ് എന്ന് വെച്ചാൽ NDP, GNP മൈനസ് ഡിപ്രീസിയേഷൻ എലമെന്റ്സ് എന്ന് വെച്ചാൽ NNP. ആൻഡ് വി ക്യാൻ സി ആ രണ്ടും നമ്മൾ മെഷർ ചെയ്യുന്നത് മാർക്കറ്റ് ലെവലാണ്, മാർക്കറ്റ് പ്രൈസ് ലെവലാണ്. എന്നാൽ നാഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ വി ആർ എസ്റ്റിമേറ്റിംഗ് അറ്റ് ദ പെർസ്പെക്ടീവ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. സോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ ആംഗിളിലാണ് നമ്മുടെ നാഷണൽ ഇൻകത്തിന് ഒഫീഷ്യൽ ഇക്വേഷൻ വരുന്നത്. അതെന്തായിരുന്നു? NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. കാരണം നമ്മൾ അസംഷൻ പ്രകാരം നമ്മൾ പറയുന്നുണ്ടല്ലോ, GVA എന്ന് പറഞ്ഞപ്പോ വി മെഷർ GVA അറ്റ് പ്രൊഡ്യൂസർ ലെവലാണ്. ഓർമ്മ ഉണ്ടാവുമല്ലോ, പ്രൊഡ്യൂസർ പെർസ്പെക്റ്റീവിലാണ് GVA പറഞ്ഞത്. ദെൻ GDP പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. GDP ഇന്ത്യയുടെ കേസിൽ പറയുമ്പോൾ വി ആർ മെഷറിംഗ് GDP അറ്റ് പ്രൊഡക്ഷൻ മെത്തേഡിലും ഉണ്ട്, അതുപോലെ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. സോ കൺസ്യൂമർ പെർസ്പെക്റ്റീവിലാണ് GDP കൂടുതലും വരുന്നത്. ദെൻ അത് കഴിഞ്ഞ് നാഷണലിലാകുമ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പെർസ്പെക്റ്റീവ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് NNP ഫാക്ടർ കോസ്റ്റ് വരാൻ കാരണം. ആൻഡ് അത് കഴിഞ്ഞ് വി ആർ ഡിസ്കസ്ഡ് പേഴ്സണൽ ഇൻകം, അതുപോലെ പെർ ക്യാപിറ്റ ഇൻകം പറഞ്ഞു. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? ആൾ ഓഹരി വരുമാനമാണ്. മീൻസ് പെർ പേഴ്സൺ എത്രയാണ് വരുമാനം. ഇക്വേഷൻ എന്തായിരുന്നു? നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ ഡിവൈഡ് ബൈ പോപ്പുലേഷൻ. അതായിരുന്നു പെർ ക്യാപിറ്റ ഇൻകം. ദെൻ പെർ പേഴ്സണൽ ഇൻകം എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? വ്യക്തിഗത വരുമാനം എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു നാഷണൽ ഇൻകത്തിന്റെ എൻറ്റയർ പോർഷൻ ഹൗസ് ഹോൾഡിലേക്ക് പോകണമെന്നില്ല. അതുപോലെ നാഷണൽ ഇൻകം കൂടാതെ തന്നെ ചില എക്സ്ട്രാ എമൗണ്ടും ഹൗസ് ഹോൾഡിന് ലഭിക്കുന്നുണ്ട്. സോ വൈൽ കാൽക്കുലേറ്റിംഗ് പേഴ്സണൽ ഇൻകം വി നീഡ് ടു ആഡ് certain ഫാക്ടേഴ്സ് ടു നാഷണൽ ഇൻകം. അതുപോലെ വി നീഡ് ടു ഡിഡക്ട് സം ഫാക്ടേഴ്സ് ഫ്രം നാഷണൽ ഇൻകം. സോ അഡീഷൻ വരുന്നത് എന്തൊക്കെയായിരുന്നു? ട്രാൻസ്ഫർ പേയ്മെന്റ്സ് മെയ്ഡ് ബൈ ദ ഗവൺമെന്റ് ഗെറ്റ് ആഡഡ് ടു ട്രാൻസ്ഫർ പേയ്മെന്റ് ഇൻ ഓർഡർ ടു മെഷർ പേഴ്സണൽ ഇൻകം. അതുപോലെ നാഷണൽ ഇൻകത്തിൽ നിന്ന് we need to deduct undistributed profit of corporate, then corporate tax, then interest payment made by household. Reduce ചെയ്യുക. അപ്പൊ കിട്ടുന്നതാണ് പേഴ്സണൽ ഇൻകം. Then there is personal disposable income. അതായത് ഹൗസ് ഹോൾഡിന് എത്രമാത്രം തുക എക്കണോമിയിൽ സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നു, മറ്റെന്താണ് എത്ര തുക ലഭിക്കുന്നു, അതാണ് പേഴ്സണൽ ഇൻകം. ഡിസ്പോസബിൾ ഇൻകം എന്ന് പറയുമ്പോൾ എന്താ? ഹൗ മച്ച് എമൗണ്ട് ഓഫ് മണി, എത്രമാത്രം പൈസ ഹൗസ് ഹോൾഡിന് ചെലവാക്കാൻ കഴിയും, അയാൾക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിയും. എന്തായിരുന്നു? പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം ഇസ് ഈക്വൽ ടു പേഴ്സണൽ ഇൻകം മൈനസ് സർട്ടൻ ടാക്സ് പേയ്മെന്റ് ആൻഡ് നോൺ ടാക്സ് പേയ്മെന്റ്. ടാക്സ് പേയ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ? ഇൻകം ടാക്സ് പേയ്മെന്റ് ആണ്. സോ നോക്കുവാണെങ്കിൽ ഒരു വ്യക്തി ഒരു വർഷം ഇത്ര ഇൻകം ഏൺ ചെയ്യുകയാണെങ്കിൽ അയാൾ നിർബന്ധമായി എന്ത് ചെയ്യണം? ടാക്സ് പേ ചെയ്യണം. ഡിപ്പെൻഡിങ് ഓൺ ദി ത്രെഷോൾഡ് ലിമിറ്റ് അനുസരിച്ച് പറയുകയാണെങ്കിൽ ഈ ലിമിറ്റ് കഴിഞ്ഞാലേ ഉള്ളൂ. പൊതുവിൽ പറഞ്ഞാൽ ഒരു വ്യക്തി ഇൻകം ഏൺ ചെയ്യുകയാണെങ്കിൽ ആ ഇൻകത്തിൽ നിന്ന് 1% ഗവൺമെന്റിന് ടാക്സ് അടയ്ക്കണം. അതുപോലെ തന്നെ ഈ വ്യക്തി ഇപ്പൊ ഒഫൻസ് ചെയ്യുന്ന സമയത്ത് ഹി മേ നീഡ് ടു പ്രൊവൈഡ് സം ഫൈൻ ഓർ പെനാൽറ്റി. നോക്കേണ്ടത് ഈ പറഞ്ഞ ഫൈൻ, പെനാൽറ്റി, ഇൻകം ടാക്സ് ഇവയൊക്കെ ഈ വ്യക്തിക്ക് ചെലവാക്കാനുള്ള ശേഷിയെ റെഡ്യൂസ് ചെയ്യുക ചെയ്യുന്നത്. കാരണം എന്താ? ചെലവാക്കുന്നത് ഉദ്ദേശം എന്താ? എന്റെ ഇഷ്ടം അനുസരിച്ച്, എന്റെ താല്പര്യം അനുസരിച്ച് എനിക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിയണം. എന്നാൽ ഇൻകം ടാക്സ് പറയുന്നത് കമ്പൽസറി പേയ്മെന്റ് ആണ്. എനിക്ക് വരുമാനം ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേ പറ്റൂ. എനിക്ക് തീരുമാനിക്കാനുള്ള ശേഷിയില്ല, ഞാൻ ചെയ്യണോ വേണ്ടയോ എന്നെനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഡിസ്ക്രിഷൻ പവർ ഇല്ല. സോ സെയിം ആസ് ദ കേസ് ഓഫ് ഫൈൻ ഓർ പെനാൽറ്റി. ഇപ്പം ഞാൻ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നു, എന്റെ മേലെ ഫൈൻ ഈടാക്കും.
So I have to compulsory pay the penalty amount. So personal income tax, personal income tax payment, അതുപോലെ തന്നെ നോൺ ടാക്സ് പേയ്മെന്റ് ലൈക്ക് ഫൈൻ പെനാൽറ്റി റെഡ്യൂസും കിട്ടുന്നതാണ് പേഴ്സണൽ ഡിസ്പോസിബിൾ. Okay, I think it is clear for everyone. Any doubt? എന്തെങ്കിലും സംശയം? ഉണ്ടോ? Any doubt? ഉണ്ടോ? അതിലോട്ട് ഉണ്ടോ? കുട്ടി മിണ്ടുന്നില്ലല്ലോ. കുട്ടിയൊന്നും മിണ്ടുന്നില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഹലോ. സോ കേട്ടു. Okay. So next we are going to discuss about capital output ratio or ICOR, incremental capital output ratio. So CO, capital output ratio, this simply പറഞ്ഞാൽ capital by output, or what is the amount of capital, what is the amount of capital which is required to produce, which is required to produce one output. So capital output ratio is എന്താ? It is the ratio of capital to output produced. So capital എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുന്നത്? Mainly represents the capital goods ആണ്. So it is the ratio of capital to output produced in a country. അതാണ് capital output ratio, the ratio of capital to output produced in a country. And incremental capital output ratio എന്ന് വെച്ച് കഴിഞ്ഞാൽ it is the amount of additional capital. It is the amount of additional capital which is required to produce one extra output. So എന്താ പറഞ്ഞേ? Capital output ratio simply പറഞ്ഞാൽ എന്താ? ഒരു കൺട്രിയിൽ എത്ര ക്യാപിറ്റൽ ഉണ്ട്, എത്ര ഔട്ട്പുട്ട് ഉണ്ട്. സപ്പോസ് ഒരു കൺട്രിയിൽ I have installed ഒരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു. And ആ മെഷീന് സപ്പോസ് പാക്കറ്റ് ബിസ്ക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. So 1 capital good, 10 packet of biscuit. Or we can say, what is the value of this machine? ഈ മെഷീന്റെ വാല്യൂ എത്രയാണ് ഈ മെഷീന്റെ വാല്യൂ, ആൻഡ് ഔട്ട്പുട്ടിന്റെ വാല്യൂ എത്രയാണ്? അത് വെച്ച് എന്ത് ചെയ്യാം നമുക്ക്? വി ക്യാൻ മെഷർ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. സോ ഈ പറഞ്ഞ ഒരു ഔട്ട്പുട്ട് നിർമ്മിക്കാൻ, അല്ലെങ്കിൽ ഒരു കൺട്രിയിൽ ഔട്ട്പുട്ട് നിർമ്മിക്കാൻ വേണ്ടി എത്ര ക്യാപിറ്റൽ ആവശ്യമുണ്ട്? ദാറ്റ് ഈസ് capital output ratio, the amount of capital required to produce output. Then ICOR or incremental capital output ratio വെച്ചാൽ എക്സ്ട്രാ ഒരു ഔട്ട്പുട്ട് നിർമ്മിക്കണമെങ്കിൽ, എക്സ്ട്രാ ഒരു ഉൽപ്പന്നം നിർമ്മിക്കണമെങ്കിൽ how much additional capital is required? So we can say it is the ratio of change in capital to change in output. Change in capital to change in output. അതാണ് എന്ത്? ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ. അതായത് ഒരു കൺട്രിയിൽ എക്സ്ട്രാ ഒരു ഉൽപ്പന്നം നിർമ്മിക്കണമെങ്കിൽ എത്രമാത്രം അഡീഷണൽ ക്യാപിറ്റൽ അവിടെ ആവശ്യമാണ് എന്നാണ് പറയുന്നത്. സോ ചേഞ്ച് ഇൻ ക്യാപിറ്റൽ ടു ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. ദിസ് ഈസ് ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. ആൻഡ് when you are seeing the relation of incremental capital output ratio, you can see economic growth of a country is inversely proportional to incremental capital output ratio. So economic growth, economic
ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ICOR-ന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ആൻഡ് എക്കണോമിക് ഗ്രോത്ത് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻവെസ്റ്റ്മെന്റ് റേറ്റ്. സോ ഒരു കൺട്രിയുടെ സാമ്പത്തിക വളർച്ച, if you are considering the relation between economic growth and ICOR, incremental capital output ratioയുടെയും എക്കണോമിക് ഗ്രോത്തിന്റെയും ഒരു റേഷ്യോ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ we could see economic growth is inversely proportional to ICOR and directly proportional to investment rate. So investment rate ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. So investment rate എന്താ മീൻ ചെയ്യുന്നത്? It represents the gross capital formation in the country. So investment rate, it represents the gross capital formation in a country. Or simply we can say capital goods produced in the country. ഒരു കൺട്രിയിൽ നിർമ്മിക്കപ്പെടുന്ന, ഒരു കൺട്രിയിലേക്ക് വരുന്ന ക്യാപിറ്റൽ ഗുഡ്സിന്റെ വാല്യൂ ആണെന്ത്? ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് റേറ്റ് ഓർ ഗ്രോസ് ക്യാപിറ്റൽ ഫോർമേഷൻ മീൻ ചെയ്തത്. ആൻഡ് ദിസ് എക്കണോമിക് ഗ്രോത്ത്, ഒരു കൺട്രിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ, ഒരു കൺട്രിയിൽ ക്യാപിറ്റൽ ഗുഡ്സ് ഫോം ചെയ്യുകയാണെങ്കിൽ ഒരു കൺട്രിയിൽ എന്തുണ്ടാവും? സാമ്പത്തിക വളർച്ച ഉണ്ടാവും. ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. നേരെ മറിച്ച് എക്കണോമിക് ഗ്രോത്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ICOR. സോ നോർത്ത് നോക്കൂ, എന്തുകൊണ്ടാണ് എക്കണോമിക് ഗ്രോത്ത് ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോയ്ക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ? അതിന് കാരണമുണ്ട്. I am going to say 2 examples. First example, ഒരു കൺട്രിയിൽ 10 എക്സ്ട്രാ ക്യാപിറ്റൽ കൊണ്ട് ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. സെക്കൻഡ് എക്സാമ്പിളിൽ ഒരു കൺട്രിയിൽ 4 എക്സ്ട്രാ ക്യാപിറ്റൽ കൊണ്ട് ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. സോ എന്റെ ചോദ്യം, which country is more efficient? Which country is more efficient in producing the output? ഏത് കൺട്രിയാണ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കൂടുതൽ എഫിഷ്യൻസി ഉള്ളത്? ഏത് കൺട്രിക്കാണ്? കൺട്രി 1 ആണോ കൺട്രി 2 ആണോ? കൺട്രി 2 ആണ്. അതിന് കാരണം എന്താ? ഫസ്റ്റ് കൺട്രിയിൽ 10 എക്സ്ട്രാ ക്യാപിറ്റൽ കൊണ്ട് ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കി. എന്നുവെച്ചാൽ we have to invest an amount for 10 capital. 10 ക്യാപിറ്റലിന് തുല്യമായ എമൗണ്ട് എന്ത് ചെയ്യണം? ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം. സപ്പോസ് 100 രൂപ ഞാൻ എന്ത് ചെയ്തു? മുടക്കി. ഒരു ക്യാപിറ്റലിന് 10 രൂപയാണ്. സോ 100 രൂപ ഞാൻ എക്സ്ട്രാ മുടക്കിയിട്ടാണ് ഒരു ഔട്ട്പുട്ട് നിർമ്മിച്ചത്. എന്നാൽ അടുത്ത കൺട്രിയിൽ നോക്കുവാണെങ്കിൽ I have to spend only 40 rupees in order to produce one output. So which means capital output ratio ഫസ്റ്റ് കൺട്രിയിൽ എന്താ? 10/1. സെക്കൻഡ് കൺട്രിയിൽ 4/1. സോ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ കുറഞ്ഞിരിക്കുന്നതാണോ കൂടിയിരിക്കുന്നതാണോ നല്ലത്? ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ കുറയുന്നതാണോ കൂടുന്നതാണോ നല്ലത്? ലെസ് ഓർ മോർ CO റേഷ്യോ ഈസ് പ്രിഫേർഡ്? കുറവാണ്. നോക്കുവാണെങ്കിൽ സെക്കൻഡ് കേസിൽ the ratio ഇതാ 4 മാത്രമേ ഉള്ളൂ. 4/1 is capital output ratio. And here you can see this is more efficient. Second case ആണ് more efficiency ഉള്ളത്. ഫസ്റ്റ് കേസിൽ എന്താ? efficiency is less ആണ്, less efficient ആണ്. സോ നോക്കൂ, ഈ പറഞ്ഞ എക്കണോമിക് ഗ്രോത്ത് ഒരു കൺട്രിയിൽ വർദ്ധിക്കും എപ്പോ? when there is fall in capital output ratio. ഒരു കൺട്രിയുടെ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ കുറയുമ്പോൾ എന്ത് ചെയ്യും? എക്കണോമിക് ഗ്രോത്ത് വർദ്ധിക്കും. അതുകൊണ്ടാണ് എക്കണോമിക് ഗ്രോത്തും അതുപോലെ ICOR-ഉം തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ ഉള്ളത്. സോ നോക്കൂ, ഈ പറഞ്ഞ വാല്യൂ ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ അത് 10 ആയിരുന്നു ആദ്യം എന്ന് വിചാരിക്കുക. അത് 10 ആയിരുന്നെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് എന്താ? അതനുസരിച്ച് വരത്തുള്ളൂ. എന്നാൽ ഈ പറഞ്ഞ
ICOR 4 ആവുമ്പോൾ എന്താ മീൻ ചെയ്യുന്നത്? 4 ക്യാപിറ്റൽ കൊണ്ട് we can produce 1 extra output. So which means നമ്മുടെ കൺട്രി മോർ എഫിഷ്യന്റ് ആണ്, അവിടുത്തെ ക്യാപിറ്റൽ മോർ എഫിഷ്യന്റ് ആണ്. സോ ഇന്ത്യയുടെ കേസ് വരുമ്പോൾ when we are considering ഇന്ത്യയിൽ ധാരാളം ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്, ഇന്ത്യയിൽ ധാരാളം ക്യാപിറ്റൽ ഫോർമേഷൻ വരുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ട് ഇന്ത്യയിൽ കൃത്യമായ ഗ്രോത്ത് ഉണ്ടാവുന്നില്ല നോക്കുവാണെങ്കിൽ, the main reason that led to the fall in growth of a country, growth of India, is the high incremental capital output ratio ആണ്. അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള ഹൈ സിഒ റേഷ്യോ, റിസൾട്ട്സ് ഇൻ ഇൻഎഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ്. ഈ പറഞ്ഞ ഉയർന്ന ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ഇന്ത്യയില് ഇന്ത്യയില് ക്യാപിറ്റൽ ഗുഡ്സിന്റെ എഫിഷ്യൻസി എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്യുന്നു. സോ എഫിഷ്യൻസി റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് വെച്ചും നമ്മുടെ ഗ്രോത്തിനെ അത് ഇമ്പാക്ട് ചെയ്യും. സോ ഈ വാല്യൂ കൂടുമ്പോ ഈ വാല്യൂ കുറയും, ഈ വാല്യൂ കുറയുമ്പോ ഈ വാല്യൂ കൂടും. സോ ICOR കൂടുമ്പോ ഗ്രോത്ത് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ICOR കുറയുമ്പോ ഗ്രോത്ത് എന്ത് ചെയ്യുന്നു? കൂടുന്നു. അതാണ് ഇൻവേഴ്സ് റിലേഷൻ. എന്നാൽ ഇൻവെസ്റ്റ്മെന്റ് അല്ല. ഒരു കൺട്രിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുമ്പോ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഫാക്ടറാണ്. നമ്മൾ അറിയാം, ഇൻ ദ കേസ് ഓഫ് GDP പറയുമ്പോൾ നമ്മൾ പറയുന്ന ഇക്വേഷൻ ആണ് C+I+G+X-M. സോ ഈ പറഞ്ഞ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഫാക്ടറാണ് എന്ത്? ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോൾ ഗ്രോത്ത് എന്ത് ചെയ്യാം? ഉണ്ടാവാം. സോ ദാറ്റ് ഈസ് അബൌട്ട് ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. ദെൻ ഇതുപോലെ തന്നെ പറയേണ്ട വേറൊന്നാണ് ഹാരോൾഡ് ഡോമർ മോഡൽ. ഹാരോൾഡ് ഡോമർ മോഡൽ. സോ ഇത് രണ്ട് എക്കണോമിസ്റ്റ് ആണ്, ഹാരോൾഡും ഡോമറും. സോ ഹാരോൾഡ് ആൻഡ് ഡോമർ ആർ ടു എക്കണോമിസ്റ്റ് and they researched on the conditions affecting economic growth of a country. ഒരു കൺട്രിയുടെ എക്കണോമിക് ഗ്രോത്തിനെ ഇമ്പാക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇതെല്ലാം അസസ് ചെയ്യുകയായിരുന്നു. ആൻഡ് ഈ രണ്ടുപേരുടെയും, ഹാരോൾഡിന്റെയും ഡോമറിന്റെയും റിസർച്ചിന്റെ ഭാഗമായിട്ട് they obtained a relation between economic growth, savings rate and CO ratio of a country. ഒരു കൺട്രിയുടെ സാമ്പത്തിക വളർച്ചയും അതുപോലെ ആ കൺട്രിയിലെ സേവിങ്സ് റേറ്റും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോവും തമ്മിലൊരു ബന്ധം ഇവര് ഡിവൈസ് ചെയ്യുന്നുണ്ട്. സോ നോക്കുവാണെങ്കിൽ ബേസ്ഡ് ഓൺ ദ റിസർച്ച് പുട്ട് ഫോർവേഡ് ബൈ ഹാരോൾഡ് ആൻഡ് ഡോമർ, രണ്ടുപേരും രണ്ട് എക്കണോമിസ്റ്റ് ആണ്, ഇവര് രണ്ടുപേരുടെയും റിസർച്ചിന്റെ ഭാഗമായിട്ട് ദേ പ്രപ്പോസ്ഡ് എ റിലേഷൻ ഇങ്ങനെയാണ്: ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് എ കൺട്രി ഈസ് equal to or is proportional to savings rate and inversely proportional to capital output ratio എന്നാ പറഞ്ഞത്. സോ നോക്കുവാണെങ്കിൽ ഹാരോൾഡ് ഡോമർ മോഡൽ പറഞ്ഞ എന്താ? ഒരു കൺട്രിയുടെ സേവിങ്സ് റേറ്റും അതുപോലെ ആ കൺട്രിയുടെ ഗ്രോത്തും ആ കൺട്രിയിലെ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോയും തമ്മിലുള്ള റിലേഷൻ ആണ് പറയുന്നത്. ഹിയർ യു ക്യാൻ സി സേവിങ്സ് റേറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ആക്ച്വലി റെപ്രസെന്റ്സ് എന്താ? ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞു, ഒരു കൺട്രിയിലെ സേവിങ്സ് റേറ്റ് എന്തിലേക്ക് നയിക്കും? ആ കൺട്രിയുടെ ക്യാപിറ്റൽ ഫോർമേഷനിലേക്കാണ് നയിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ സേവിങ്സ് റേറ്റ് ഈസ് ഡയറക്ട്ലി ഇൻഫ്ലുവൻസിങ് ദ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ കൺട്രി. കാരണം ഒരു കൺട്രിയിൽ സേവിങ്സ് കൂടുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിക്കും എന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു, ഓർമ്മ ഉണ്ടാവുമല്ലോ. when savings increases, investment increases. So here you can see the rate of growth. ഒരു കൺട്രിയുടെ സാമ്പത്തിക വളർച്ച അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ സേവിങ്സ് റേറ്റിന്റെ പ്രൊപ്പോർഷണലും അതുപോലെ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോയ്ക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനുമാണ്. കാരണം എന്താ? ഈ പറഞ്ഞ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ അത് വർദ്ധിക്കുമ്പോൾ ഗ്രോത്ത് എന്ത് ചെയ്യാം? കുറയാം. ഇത് കുറയുമ്പോൾ ഗ്രോത്ത് എന്ത് ചെയ്യാം? കൂടാം. ഇൻവേഴ്സ് റിലേഷൻ ആണ്. ആൻഡ് ആൾസോ വി ക്യാൻ സി നമ്മുടെ ഇന്ത്യയില് ഫസ്റ്റ് 5 year പ്ലാനിങ്ങില്, ഇൻ ദ ഫസ്റ്റ് 5 year പ്ലാൻ
we focused on this Harrow-Domer model. So first 5-year plan India ഡിവൈസ് ചെയ്യുമ്പോൾ ആ പ്ലാനിന്റെ ഒരു മെയിൻ തീം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഹാരോ-ഡോമർ മോഡലാണ്. അതായത് ഇൻ ദാറ്റ് മോഡൽ നമ്മുടെ ഗവൺമെന്റ് എന്താ നോക്കിയത്, കൺട്രിയിലെ സേവിങ്സ് റേറ്റ് പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ കൺട്രിയിലുള്ള ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ മോർ എഫിഷ്യന്റ് ആക്കുക. സോ ഇൻ ദാറ്റ് മോഡൽ നിങ്ങൾ പഠിക്കുന്നതാണ് ഫസ്റ്റ് പ്ലാൻ ഈസ് ബേസ്ഡ് ഓൺ ഹാരോ-ഡോമർ മോഡൽ എന്ന് പറയുമ്പോൾ എന്താ എയിം ചെയ്യുന്നത്, എന്താ ഉദ്ദേശിക്കുന്നത്, ആ ഒരു പ്ലാനില് ഗവൺമെന്റ് ഇന്ത്യയിലെ സേവിങ്സ് റേറ്റ് വർദ്ധിക്കാനും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് റേറ്റ് വർദ്ധിക്കാനും അതുപോലെ തന്നെ ഇന്ത്യയിലെ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ കുറയ്ക്കാനും അല്ലെങ്കിൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ അത് ഇംപ്രൂവ് ചെയ്യാനുമാണ് എയിം ചെയ്യുന്നത്. അതുവഴി എന്ത് ചെയ്യുക, ഇന്ത്യയുടെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുക. അതായിരുന്നു എന്ത് ഫസ്റ്റ് പ്ലാനിന്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ഹാരോ-ഡോമർ മോഡൽ ആൻഡ് incremental capital output ratio. Next ഒരു കർവാണ് Lorenz curve. So Lorenz curve is developed by Max or Lorenz. So Max or Lorenz എന്നൊരു എക്കണോമിസ്റ്റ് ഡിവൈസ് ചെയ്ത ഒരു കർവാണ് Lorenz curve. And ഈ കർവ് is devised by Lorenz mainly to measure the disparity in income distribution ആണ്. So നമ്മള് പെർ ക്യാപിറ്റ ഇൻകം എന്നൊരു ടേം നമ്മൾ ഡിസ്കസ് ചെയ്തു, ഓർമ്മയുണ്ടല്ലോ. പെർ ക്യാപിറ്റ ഇൻകം എന്തായിരുന്നു, നാഷണൽ ഇൻകം ബൈ പോപ്പുലേഷൻ. സോ ഞാന് രണ്ട് കൺട്രി കൺസിഡർ ചെയ്യാം. ഐ എം ഗോയിങ് ടു കൺസിഡർ 2 countries, കൺട്രി എ, കൺട്രി ബി. കൺട്രി എയില് 3 ആൾക്കാരുണ്ട്, 1 2 3. കൺട്രി ബിയിലും 3 ആൾക്കാരുണ്ട്. ആൻഡ് കൺട്രി എ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും പേഴ്സൺ 1 ഇൻകം 1 lakh, പേഴ്സൺ 2 ഇൻകം 100 രൂപ, പേഴ്സൺ 3 ഇൻകം 10 രൂപ. സോ 1,110,000 ദാറ്റ് ഈസ് ദ ക്യുമുലേറ്റീവ് അല്ലെങ്കിൽ ദാറ്റ് ഈസ് ദ ടോട്ടൽ ഇൻകം. ഈ പറഞ്ഞ എ എന്ന് പറഞ്ഞ കൺട്രിയിലെ മൊത്തം ഇൻകം എന്ന് പറഞ്ഞ എത്ര, 1,110,000 ആണ്. ആൻഡ് ഇഫ് യു വാണ്ട് ടു നോ പെർ ക്യാപിറ്റ ഇൻകം, പെർ ക്യാപിറ്റ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നു, ടോട്ടൽ ഇൻകം 1,110,000 ഡിവൈഡഡ് ബൈ 3, അപ്രോക്സിമേറ്റ്ലി 33,333 അല്ലേ, അപ്രോക്സിമേറ്റ്ലി 33,333 അടുപ്പിച്ച് വരും. സോ ഏകദേശം എന്താ 33,000, നമുക്ക് കോമൺലി പറയാം 33,000 ആണെന്ത് പെർ ക്യാപിറ്റ ഇൻകം ഇൻ കൺട്രി എ. ദെൻ കൺട്രി ബി നോക്കുമ്പോൾ പേഴ്സൺ 1 ഇൻകം 30,000, പേഴ്സൺ 2 ഇൻകം 30,000, പേഴ്സൺ 3 ഇൻകം 30,000. സോ എത്ര വരുന്നു, ടോട്ടൽ ഇൻകം എന്ന് പറയുമ്പോൾ 90,000 ഡിവൈഡ് ബൈ 3. 3 പേരേ ഉള്ളൂ, 3 പേരെ പോപ്പുലേഷൻ ഉള്ളൂ, വിച്ച് മീൻസ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുമ്പോൾ 30,000 വരും. സോ നോക്കുവാണെങ്കിൽ കൺട്രി എയില് പെർ ക്യാപിറ്റ ഇൻകം ആളോഹരി വരുമാനം എന്ന് പറയുമ്പോൾ എത്ര വരുന്നു, 33,000 വരുന്നു. കൺട്രി എയില് അപ്രോക്സിമേറ്റ്ലി 33,000 വരുന്നു. കൺട്രി ബി നോക്കുമ്പോഴും വി ക്യാൻ സി അപ്രോക്സിമേറ്റ്ലി 30,000 വരുന്നു. ആൻഡ് ഈ രണ്ട് കൺട്രി നോക്കുമ്പോൾ can you say which country is showing more income equality? വേതനത്തിൽ ഒരു തുല്യത കൊണ്ടുവരുന്ന കൺട്രി ഏതാണ്, കൺട്രി എ ആണോ ബി ആണോ? Which country is more equal, which country is having more equality in income? ഏത് കൺട്രിയാ, എ ആണോ ബി ആണ്? അതിന് കാരണം എന്താ, ഈ ബിയില് വെൻ വി ആർ കമ്പയറിങ് പെർ ക്യാപിറ്റ ഇൻകം, ആ കൺട്രിയിലെ പെർ ക്യാപിറ്റ ഇൻകവും ആളുകളുടെ വരുമാനം കമ്പയർ ചെയ്യുമ്പോൾ ദ ഡിസ്പാരിറ്റി ഈസ് ലെസ്. ഡിസ്പാരിറ്റി എന്താണ്, കുറവാണ്. എന്ത് കമ്പയർ ചെയ്യുമ്പം,
നമ്മുടെ കൺട്രി ബിയിലെ ആളുകളുടെ പെർ ക്യാപിറ്റ ഇൻകം, പെർ പേഴ്സൺ ഇൻകവും അതുപോലെ അവരുടെ പേഴ്സൺ ഇൻകവും കമ്പയർ ചെയ്യുമ്പോൾ എന്താ ഡിസ്പാരിറ്റി ഈസ് ലെസ്. ഒരു വ്യക്തിയുടെ പേഴ്സൺ ഇൻകം പറയുന്നത് മൊത്തമല്ല, വ്യക്തിയുടെ വരുമാനവും പെർ ക്യാപിറ്റൽ ഇൻകം എടുക്കുമ്പോൾ എന്താണ് കിട്ടുന്ന ഡിസ്പാരിറ്റി കുറവാണ്. എന്നാൽ കൺട്രി എ നോക്കുമ്പോൾ 33,000 അപ്രോക്സിമേറ്റ്ലി എന്ത് വരുന്നത്, ഈ പറഞ്ഞ പെർ ക്യാപിറ്റൽ ഇൻകം വരുന്നത്. എന്നാൽ നമ്മൾ ഓരോരുത്തരുടെ ഇൻകം നോക്കുവാണെങ്കിൽ ഫസ്റ്റ് വ്യക്തിക്ക് 1,00,000, രണ്ടാമത്തെ വ്യക്തിക്ക് 100 രൂപ, മൂന്നാമത്തെ വ്യക്തിക്ക് 10 രൂപ. സോ person 2 and person 3 is having very low income. എന്നാൽ പെർ ക്യാപിറ്റൽ ഇൻകം എടുക്കുമ്പോൾ എന്താണ്, ആ കൺട്രിയിൽ 33,000 ഇൻകം ഉണ്ടെന്ന് നമ്മളെ കാണിക്കേണ്ടി വരും. സോ അതെന്താ എന്തിനുണ്ടാവുന്നു, അതിന് കാരണം ഈ കൺട്രിയിലെ ഒരു വ്യക്തി ഹൈ ഇൻകം ഏൺ ചെയ്തു, ബാക്കി രണ്ടുപേരും എന്താ ഇൻകം ഇല്ല, രണ്ടുപേർക്കും ഇൻകം വളരെ കുറവാണ്. ആൻഡ് ബേസ്ഡ് ഓൺ വൺ പേഴ്സൺസ് ഇൻകം, ഒരു വ്യക്തിയുടെ ഇൻകം കാരണം എന്ത് പറ്റി, ഈ പെർ ക്യാപിറ്റൽ ഇൻകം ഹൈ ആയി, റേസ് ചെയ്യപ്പെട്ടു. സോ ഇന്ത്യയുടെ കേസ് ഇതാണ്. ഇന്ത്യയുടെ കേസ് നോക്കുവാണെങ്കിൽ 1% ഓഫ് റിച്ച്, ഇന്ത്യയിലെ 1% ഓഫ് റിച്ച് ഈസ് ഹോൾഡിംഗ് അപ്രോക്സിമേറ്റ്ലി 50%, അപ്രോക്സിമേറ്റ്ലി മോർ ദാൻ 50% ഓഫ് ഇന്ത്യാസ് വെൽത്ത്. ഇന്ത്യയുടെ വെൽത്തിന്റെ 50% മേലെ, ഇന്ത്യയുടെ സ്വത്തിന്റെ 50% മേലെ ഹോൾഡ് ചെയ്യുന്നത് ആരാണ്, ഇന്ത്യയിലെ 1% റിച്ച് പോപ്പുലേഷൻ ആണ്. So 1% of rich is holding about more than 1%, more than 50% of India's wealth. ഒരു ഡിസ്പാരിറ്റി ഉണ്ട് വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ ആയാലും ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ആയാലും. സോ ഈ പറഞ്ഞ ഡിസ്പാരിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സൂചികയാണ് ലോറൻസ് കർവ് എന്ന് പറഞ്ഞത്. ആൻഡ് ഇൻ ലോറൻസ് കർവ് യു ക്യാൻ സി ഓൺ ദ എക്സ് ആക്സിസ് there will be cumulative income distribution. On y-axis, on x-axis, there will be cumulative distribution of people from low to higher income. So, ഇവിടെ വരുന്നത് പോപ്പുലേഷന്റെ ഇൻഡിക്കേറ്റർ ആണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് പേഴ്സൺ ആണ് ഇവിടെ വരുന്നത്, എക്സ് വരുന്നത്. സോ ഓൺ x-axis, it has cumulative percentage of persons. On y-axis, there will be cumulative percentage of income. And here you can see കർവ് നോക്കുവാണെങ്കിൽ, ലോറൻസ് കർവ് നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് എ കർവ്ഡ് ലൈൻ ആണ്. ഇറ്റ് മേ ബി എ കർവ്ഡ് ലൈൻ ആൻഡ് ദർ ഈസ് ഓൾസോ എ ലൈൻ ഓഫ് ഇക്വാലിറ്റി. ഈ പറഞ്ഞ കർവിനകത്ത് എന്തുണ്ട്, ഒരു ലൈൻ ഓഫ് ഇക്വാലിറ്റി കാണാൻ കഴിയും. ലൈൻ ഓഫ് ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ 45-degree ലൈൻ. നമ്മുടെ ലോറൻസ് കർവ് ഡിഫൈൻ ചെയ്ത, അല്ലെങ്കിൽ മാക്സ്വെൽ ലോറൻസ് ഡിഫൈൻ ചെയ്ത പ്രകാരം ഇറ്റ് ഈസ് എ 45-degree ലൈൻ ആണ്. പ്രത്യേകത എന്താണ്, വെൻ ലോറൻസ് കർവ് മൂവ് ടുവേർഡ്സ് ദിസ് ലൈൻ, ഈ പറഞ്ഞ ലൈൻ ഓഫ് ഇക്വാലിറ്റിയിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഷോസ് ദാറ്റ് there is more income equality. So ഇത് പറയുന്നതാണത് ലൈൻ ഓഫ് ഇക്വാലിറ്റി. നമ്മുടെ ലോറൻസ് കർവ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന വെച്ചോ, ലൈൻ ഓഫ് ഇക്വാലിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ അത് മീൻ ചെയ്യുന്നത്, ആ കൺട്രിയിലെ ഇക്വാലിറ്റി കൂടുതലാണ്. ലൈൻ ഓഫ് ഇക്വാലിറ്റി ഈസ് മോർ ഇൻ ദ കൺട്രി ബിക്കോസ് ലോറൻസ് കർവ് എന്ത് ചെയ്യുന്നു, ഇക്വാലിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ ആവുന്നു. ആൻഡ് ഈ പറഞ്ഞ ലോറൻസ് കർവ് ലൈൻ ഓഫ് ഇക്വാലിറ്റി ആയിട്ട് ഇന്റർസെക്ട് ചെയ്യുവാണെങ്കിൽ ലോറൻസ് കർവ് എന്ത് ചെയ്യുന്നു, ലോറൻസ് കർവ് ലൈൻ ഓഫ് ഇക്വാലിറ്റിയുമായിട്ട് ഇന്റർസെക്ട് ചെയ്യാന്ന് വെച്ചു എങ്കിൽ വി ക്യാൻ സി there is perfect equality. ആ കൺട്രിയിൽ എന്താ പെർഫെക്റ്റ് ഇക്വാലിറ്റി ആണ്, എല്ലാവർക്കും തുല്യതയാണ്. സോ കംപ്ലീറ്റ് ഇക്വാലിറ്റി ത്രൂ ഔട്ട് ദ കൺട്രി ഇഫ് ലോറൻസ് കർവ് ഇന്റർസെക്ട് വിത്ത് ലൈൻ ഓഫ് ഇക്വാലിറ്റി. സോ എന്താ ഞാൻ പറഞ്ഞേ, ഇൻ ദ ലോറൻസ് കർവ് വി ക്യാൻ സി there are two axes ഉണ്ട്, x ഉണ്ട്, y ഉണ്ട്. On y axis we are plotting cumulative share of income. So cumulative percentage of income ആണ് y ൽ വരുന്നത്. x ൽ വരുന്നത് എന്താണ്,
ക്യുമുലേറ്റീവ് ഷെയർ ഓഫ് പേഴ്സൺസ് ആണ്. ആളുകളാണ് എന്ത്, ആളുകളുടെ എണ്ണമാണ് എന്ത് ഈ പറഞ്ഞ എക്സിൽ വരുന്നത്. സോ വൈയില് ഇൻകം, എക്സില് നമ്പർ ഓഫ് പേഴ്സൺസ്, ക്യുമുലേറ്റീവ് ഷെയർ ഓഫ് പേഴ്സൺസ്, അതാണ് എക്സിൽ വരുന്നത്. ആൻഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാൽക്കുലേഷൻ നോക്കാം. എക്സാം വളരെ ഇമ്പോർട്ടന്റ് അല്ല. ദർ ഇസ് നോ നീഡ് ടു സ്റ്റഡി ദിസ് മെത്തേഡ്, അല്ലെങ്കിൽ ദർ ഇസ് നോ നീഡ് ടു സ്റ്റഡി ദിസ് കാൽക്കുലേഷൻ, അല്ലെങ്കിൽ എങ്ങനെ ഡ്രോ ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണിത് വരുന്നതെന്ന് അറിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അറിഞ്ഞിരിക്കുക ഇങ്ങനെ കർവ് ഉണ്ട്, കർവിന്റെ പ്രത്യേകത അറിഞ്ഞിരിക്കുക. എന്താ പ്രത്യേകത? ഈ പറഞ്ഞ ലോറൻസ് കർവ്, ഈ കർവിന്റെ പ്രത്യേകത എന്താണ്? ഒരു പരബോള ഷേപ്പാണ്. ആൻഡ് ഈ പറഞ്ഞ ലോറൻസ് കർവ് ലൈൻ ഓഫ് ഇക്വാലിറ്റിയിലേക്ക് വരികയാണെങ്കിൽ കൺട്രിയുടെ ക്വാളിറ്റി കൂടും, അതായത് കൺട്രിയിലെ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ ആയിരിക്കും. ലൈൻ ഓഫ് ഇക്വാലിറ്റി അകലുകയാണെങ്കിൽ, ഔട്ട് ഓഫ് ലൈൻ ഓഫ് ഇക്വാലിറ്റി എന്ത് പറ്റുന്നു? ഇനിക്വാലിറ്റി കൺട്രിയിലെ വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ ഈക്വാലിറ്റി ഇല്ലാണ്ടാവുന്നു. സപ്പോസ് ഒരു കൺട്രിയില് ലോറൻസ് കർവ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ഒറിജിനുമായിട്ട് സെറ്റ് വിചാരിക്കും. സപ്പോസ് ഒരു കൺട്രിയിലെ ലോറൻസ് കർവ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് താഴേക്ക് വന്ന് ഒറിജിനുമായിട്ട് ഇന്റർസെക്ട് ചെയ്തു. എന്തായിരിക്കും മീൻ ചെയ്യുന്നത്? there ഈസ് കംപ്ലീറ്റ് ഇൻക്വാലിറ്റി. പൂർണ്ണമായിട്ടും എന്താണ്? തുല്യത ഇല്ലായ്മയാണ്. there ഈസ് കംപ്ലീറ്റ് ഇനിക്വാലിറ്റി. ആൻഡ് ഈ ലോറൻസ് കർവ് ലൈൻ ഓഫ് ഇക്വാലിറ്റി മീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറയും? there ഈസ് കംപ്ലീറ്റ് ഇക്വാലിറ്റി. ആൻഡ് ഹിയർ യു ക്യാൻ സി ഇൻകം ഉണ്ട്. ആ കൺട്രിയിലെ ഒരു ഇൻകം പറയുന്നുണ്ട്. അതുപോലെ ഈ ഇൻകം എത്ര പേർക്ക് കിട്ടുന്നു പറയുന്നുണ്ട്. ഹിയർ യു ക്യാൻ സി ഇൻകം ആൻഡ് നമ്പർ ഓഫ് പേഴ്സൺസ്, വിച്ച് മീൻസ് 100 രൂപ വരുമാനം 80 പേർക്ക് കിട്ടുന്നു, 200 രൂപ 70 പേർക്ക്, 400 രൂപ 50 പേർക്ക്, 500 രൂപ 30 പേർക്ക്, 800 രൂപ 20 പേർക്ക്. So this is the total income and number of persons. And from this income we have to find cumulative income. So just പറഞ്ഞതേ ഉള്ളൂ, എക്സാം വലുപ്പം ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. സോ ക്യുമുലേറ്റീവ് ഇൻകം കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? വി ഹാവ് ടു ഫസ്റ്റ് എൻട്രി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ 100 എൻട്രി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇൻ ഓർഡർ ടു ഫൈൻഡ് ക്യുമുലേറ്റീവ് ഇൻകം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 100-നൊപ്പം നെക്സ്റ്റ് എൻട്രി ആഡ് ചെയ്യുന്നു. അതായത് 100 + 200 എത്ര കിട്ടി? 300. അടുത്ത് കിട്ടുന്നത് എങ്ങനെയാണ്? ഈ എൻട്രിക്കൊപ്പം നെക്സ്റ്റ് എൻട്രി ആഡ് ചെയ്യണം. സോ 300 + 400 700 കിട്ടി. അടുത്തത് 700 + 500 എത്ര കിട്ടുന്നു? 1200. ദെൻ 1200 + 800 ദെൻ 2000 കിട്ടുന്നു. ആൻഡ് യു ക്യാൻ സി ഈ 2000 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻകത്തിന്റെ സമമായിരിക്കും. എത്ര? 800 + 500 + 400 + 200 + 100. അത് തന്നെ ആയിരിക്കും എന്ത് ഇവിടെ കിട്ടുന്നത്. ഇൻ കേസിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ക്യുമുലേറ്റീവ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്തത് എറർ ആണെന്നാണ് അർത്ഥം. സോ നോക്കിയേ എങ്ങനെ വന്നത്? ഫസ്റ്റ് എൻട്രി, ദെൻ ഫസ്റ്റ് ഇങ്ങനെ 100 + 200 300, 300 + 400 700, 700 + 500 1200, 1200 + 800 2000. And this is how we estimate cumulative income. And അത് കഴിഞ്ഞിട്ട് we have to find cumulative percentage of income. അത് മെഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യുമുലേറ്റീവ് ഇൻകം കിട്ടിയല്ലോ, ആ ക്യുമുലേറ്റീവ് ഇൻകം ടോട്ടൽ ഇൻകത്തിന്റെ എത്ര പെർസെന്റേജ് ആണെന്ന് എന്ത് ചെയ്യുക? എസ്റ്റിമേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇവിടെ 100 ഈസ് ക്യുമുലേറ്റീവ് ഇൻകം. ആൻഡ് ഈ 100 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻകം ആയ 2000-ന്റെ എത്ര ശതമാനം? വിച്ച് ഈസ് 5%. ആൻഡ് അടുത്തത് 300. സോ 300 എന്ന് പറയുമ്പോൾ ടോട്ടൽ ഇൻകത്തിന്റെ എത്ര പെർസെന്റേജ്? ആൻഡ് ദാറ്റ് ഈസ് 15%. ദെൻ അടുത്ത 700 എന്ന് പറയുമ്പോൾ ടോട്ടൽ ഇൻകത്തിന്റെ എത്ര ശതമാനം? വിച്ച് ഈസ് 35. ദെൻ 1200 ടോട്ടൽ ഇൻകത്തിന്റെ എത്ര ശതമാനം? ദാറ്റ് ഈസ് 60. ദെൻ 2000 എന്ന് പറയുമ്പോൾ ടോട്ടൽ ഇൻകത്തിന്റെ എത്ര ശതമാനം? ദാറ്റ് ഈസ് 100. സോ ദിസ് ഈസ് ഹൗ വി എസ്റ്റിമേറ്റ് ക്യുമുലേറ്റീവ് ഇൻകം ഇൻ പെർസെന്റേജ് ഓർ ക്യുമുലേറ്റീവ് പെർസെന്റേജ് ഓഫ് ഇൻകം. അതുപോലെ തന്നെ ദിസ് ഈസ് അബൌട്ട് ക്യുമുലേറ്റീവ് ഇൻകം. നെക്സ്റ്റ് ഇതുപോലെ വി ഹാവ് ടു ഫൈൻഡ് ക്യുമുലേറ്റീവ് പെർസെന്റേജ് ഓഫ് പേഴ്സൺസ്. നമ്മുടെ വൈയിൽ എന്താണ്?
ഇൻകത്തിന്റെ ആണ് വൈയിൽ വരുന്നത്. എക്സ് വരുന്നത് ക്യുമുലേറ്റീവ് ഷെയർ ഓഫ് പീപ്പിൾ ആ വരുന്നത്. അതെന്ത് ചെയ്യണം നമ്മൾ അടുത്ത കണ്ടുപിടിക്കണം. അതും എന്താ ഇതേപോലെ തന്നെ ക്യുമുലേറ്റീവ് പെർസെന്റ് കണ്ടുപിടിക്കുന്നു. 80 പ്ലസ് 70, ദെൻ 150 പ്ലസ് 50, 200 പ്ലസ് 30, 230 പ്ലസ് 20, അങ്ങനെ ക്യുമുലേറ്റീവ് പെർസെന്റ് കണ്ടുപിടിച്ചു. ആൻഡ് ഫ്രം ദാറ്റ് വി ഹാവ് ടു എസ്റ്റിമേറ്റ് ക്യുമുലേറ്റീവ് പെർസെന്റേജ് ഓഫ് പേഴ്സൺസ്. അതായത് ഈ 80 എന്ന് പറയുമ്പോൾ ഈ എൻട്രി നമ്മുടെ ടോട്ടൽ പോപ്പുലേഷന്റെ എത്ര പെർസെന്റേജ് ആണ്. അതുപോലെ 150 എന്ന് പറയുമ്പോൾ ടോട്ടൽ പോപ്പുലേഷൻ ആയ 250ന്റെ എത്ര ശതമാനം. അങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മൾ അതും കണ്ടുപിടിക്കുന്നു. ആൻഡ് ഫ്രം ദീസ് ടു എൻട്രീസ്, ഈ ക്യുമുലേറ്റീവ് ഇൻകം ഇൻ പെർസെന്റേജും ക്യുമുലേറ്റീവ് പെർസെന്റേജ് ഓഫ് പേഴ്സണും ഈ രണ്ട് എൻട്രി വെച്ചിട്ട് ഈ രണ്ട് എൻട്രി അനുസരിച്ച് വി ഹാവ് ടു പ്ലോട്ട് ദ കർവ്. ഇത് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, നമ്മൾ കർവ് പ്ലോട്ട് ചെയ്യുന്നു. നമ്മുടെ കർവ് എങ്ങനെ വരും? യു ക്യാൻ സീ നമ്മുടെ കർവ് കണ്ട് ഇതേപോലെ വരും. ആൻഡ് ഇഫ് ദ എൻട്രി ഈസ് മോർ, കൂടുതൽ എൻട്രി ഉണ്ടെങ്കിൽ ഈ കർവിനെസ് എന്ത് ചെയ്യും, കുറച്ചുകൂടെ ഉണ്ടാവും. നമ്മുടെ എൻട്രി കുറവാണ്, അതുകൊണ്ട് നമുക്ക് എന്താ കർവ് ഇങ്ങനെ വരത്തുള്ളൂ. സോ യു ക്യാൻ സീ ദിസ് ഈസ് ഹൗ ദ ലോറൻസ് കർവ് ഈസ് പ്ലോട്ടഡ്. ആൻഡ് ഈ പറഞ്ഞ കർവ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഈ കർവ് ഇങ്ങനെ വരികയാണെന്ന് വെച്ചോ, നമ്മുടെ ലൈൻ ഓഫ് ഇക്വാലിറ്റിക്ക് അടുത്തായിട്ട് വരികയാണെങ്കിൽ അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ആ കൺട്രിയില് ഇക്വാലിറ്റി കൂടുതലാണെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ പ്ലോട്ട് എന്ന് അറിയണ്ട, ഗ്രാഫിക്കൽ എക്സ്പ്രഷൻ അറിയണ്ട. പക്ഷെ ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ, നിങ്ങൾ കർവ് കാണുമ്പം ഇത് എങ്ങനെ വരച്ചു, ചുമ്മാ വരയ്ക്കുവാണോ ചുമ്മാ തള്ളുകയാണോ എന്ന് തോന്നലുണ്ടായിരിക്കാൻ വേണ്ടിയാണ് ഈ കർവ് ഞാൻ കാണിച്ചത്. ആൻഡ് നെക്സ്റ്റ് ഒരു ടേം ആണ് ഗിനി കോഎഫിഷ്യന്റ്. ഗിനി കോഎഫിഷ്യന്റ്, കൊറാഡോ ഗിനി എന്നൊരു എക്കണോമിസ്റ്റ് ഡിഫൈൻ ചെയ്ത ഒരു കോഎഫിഷ്യന്റ് ആണ് ഗിനി കോഎഫിഷ്യന്റ്. ആൻഡ് ഗിനി കോഎഫിഷ്യന്റ് വാസ് ആക്ച്വലി ഒബ്റ്റെയിൻഡ് യൂസിങ് ലോറൻസ് കർവ്. നമ്മുടെ ലോറൻസ് കർവ് ഉപയോഗിച്ച് നമ്മുടെ കൊറാഡോ ഗിനി ഡിഫൈൻ ചെയ്ത ഒരു കോഎഫിഷ്യന്റ് ആണ് ഗിനി കോഎഫിഷ്യന്റ്. ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് as the ratio. എന്താണ് ഗിനി കോഎഫിഷ്യന്റ് എന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് as the ratio of area between ലോറൻസ് കർവ് ആൻഡ് ലൈൻ ഓഫ് ഇക്വാലിറ്റി. അതായത് ഈ ഒരു ഏരിയ ലോറൻസ് കർവിനും ലൈൻ ഓഫ് ഇക്വാലിറ്റിക്കും ഇടയിലുള്ള ഏരിയ, ദാറ്റ് ഈസ് ദ ഏരിയ ബിറ്റ്വീൻ ലോറൻസ് കർവ് ആൻഡ് ലൈൻ ഓഫ് ഇക്വാലിറ്റി, and the total area and the total area below the Lorenz curve to the origin. അതായത് ഈ ഏരിയ. സോ ഈ ക്വസ്റ്റ്യൻ എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഏരിയ ബിറ്റ്വീൻ ലോറൻസ് കർവ് ആൻഡ് ലൈൻ ഓഫ് ഇക്വാലിറ്റി. ലൈൻ ഓഫ് ഇക്വാലിറ്റിക്കും ലോറൻസ് കർവിനും ഇടയിലുള്ള ഏരിയ, അതായത് this one A, that is represented as A. നമ്മുടെ കർവിനകത്ത് A എന്ന് പറഞ്ഞ ഏരിയ ബിറ്റ്വീൻ ലോറൻസ് കർവ് ആൻഡ് ലൈൻ ഓഫ് ഇക്വാലിറ്റി. ഈ ഒരു ഏരിയ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഏരിയ, അതാണ് A എന്ന് പറഞ്ഞത്. ആൻഡ് A ബൈ ടോട്ടൽ ഏരിയ ബിലോ ദ ലൈൻ ഓഫ് ഇക്വാലിറ്റി ടു ഒറിജിൻ, അതായത് ഈ ഒരു ഏരിയ ഇവിടെ തൊട്ട് എടുക്കുന്ന ഏരിയ, പൂർണ്ണമായിട്ടുള്ള ഏരിയ, വിച്ച് ഈസ് A പ്ലസ് B. ആൻഡ് B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഏരിയ ബിലോ ദ ലോറൻസ് കർവ്. B എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ഏരിയ ബിലോ ദ ലോറൻസ് കർവ് ടു ദ ഒറിജിൻ. ദിസ് ഈസ് ദ ഏരിയ B. കണ്ടോ? ഏരിയ B എന്താണ്? ഏരിയ ബിലോ ദ ലോറൻസ് കർവ് ടു ഒറിജിൻ. ലോറൻസ് കർവിന് താഴെ മുതൽ ഒറിജിൻ വരെയുള്ള ഏരിയ. ഒറിജിൻ എന്താ? സോ ഒറിജിൻ വരെയുള്ള ഏരിയ, അതാണ് B. സോ വി ക്യാൻ സബ്മിറ്റ് ആസ് ഗിനി കോഎഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? A ബൈ A പ്ലസ് B എന്ന് പറയാം. ഗിനി കോഎഫിഷ്യന്റ് ഈസ് ഈക്വൽ ടു A ബൈ
A plus B. ഇനി പറയട്ടെ, if Gini coefficient വാല്യൂ 0 ആണെങ്കിൽ അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? Gini coefficient വാല്യൂ 0 ആണെങ്കിൽ അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പറയാമോ? If the value of Gini coefficient 0, what does that indicate? So Gini coefficient value 0 ആണെങ്കിൽ എന്ത് 0 ആവണം? A by A plus B 0 ആണ്. A by A plus B 0 ആണെങ്കിൽ A എന്തായിരിക്കണം? 0 ആണ്. A 0 ആവണമെങ്കിൽ എന്ത് വേണം? ഈ ലോറൻസ് കർവിനും ലൈൻ ഓഫ് ഇക്വാലിറ്റി ആയിട്ടുള്ള ഏരിയ എന്തായിരിക്കണം? 0 ആയിരിക്കണം. വിച്ച് മീൻസ് ഈ ഒരു ഏരിയ 0 ആവണം. വിച്ച് മീൻസ് ലോറൻസ് കർവ് എന്ത് ചെയ്യും? ലോറൻസ് കർവ് ഇങ്ങനെ പോകുന്നതിന് പകരം ഇറ്റ് വിൽ കൊളൈഡ് വിത്ത് ലൈൻ ഓഫ് ഇക്വാലിറ്റി. ലൈൻ ഓഫ് ഇക്വാലിറ്റിയോടെ എന്ത് ചെയ്യും? ലോറൻസ് കർവ് കൊളൈഡ് ചെയ്യും. അപ്പൊ എന്താ അർത്ഥം? ലൈൻ ഓഫ് ഇക്വാലിറ്റിയായിട്ട് ലോറൻസ് കർവ് കൊളൈഡ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ അർത്ഥം? There is complete equality. So A 0 ആയി. So 0 by 0 plus B is equal to 0 is equal to 0. എന്താണ്? ലോറൻസ് കർവ് 0 ആണെങ്കിൽ it represents complete equality or perfect equality. Then ലോറൻസ് കർവ് അല്ല, Gini coefficient 0 ആണെങ്കിൽ Gini coefficient 0 ആണെങ്കിൽ it represents perfect equality. Then Gini coefficient 1 ആണെങ്കിൽ എന്താ മീൻ ചെയ്യുന്നത്? Gini coefficient 1 ആണെങ്കിൽ എന്താ വരുന്നത്? We can see A by A plus B എന്തായിരിക്കും? Gini coefficient 1 ആണെങ്കിൽ A by A plus B 1 ആയിരിക്കണം. So which means നമുക്ക് എങ്ങനെ വരണം? A by A എന്ന് വരണം. B എന്ന് പറഞ്ഞ ഏരിയ ഉണ്ടാവാൻ പാടില്ല. സോ നമ്മുടെ കർവ് എങ്ങനെ വരും? നമ്മുടെ കർവ് will be like this. Equality curve will be like this. ഇവിടുന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോകും. വിച്ച് മീൻസ് ലൈൻ ഓഫ് ഇക്വാലിറ്റിക്കും ലോറൻസ് കർവിനും ഇടയിലുള്ള ഏരിയ എ എന്ന് പറയുമ്പോൾ ഇറ്റ് കവേഴ്സ് ദ എൻറ്റയർ ഏരിയ വരും. എ ബൈ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ ലോറൻസ് കർവിന് താഴെ ഏരിയ ബിലോ ലോറൻസ് കർവ് ആൻഡ് ഒറിജിൻ. ഒറിജിനും ലോറൻസ് കർവിനും ഇടയിലുള്ള ഏരിയ എന്തായിരിക്കും? 0 ആയിരിക്കും. ബി എന്ന് പറഞ്ഞ ഏരിയ എന്തായിരിക്കും? 0 ആയിരിക്കും. എ ബൈ എ എന്ന് വരും, വിച്ച് ഈസ് ഇക്വൽ ടു 1. എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ലോറൻസ് കർവ് ലൈൻ ഓഫ് ഇക്വാലിറ്റിയിൽ നിന്ന് ரொம்ப ദൂരം പോയിട്ടെ. സോ ரொம்ப ദൂരം പോയി കഴിഞ്ഞാൽ എന്ത് പറയാം നമുക്ക്? ഈ പറഞ്ഞ കൺട്രിയില് കംപ്ലീറ്റ് ഇനിക്വാലിറ്റി ആയിരിക്കും. സോ വി ക്യാൻ സേ Gini coefficient 1 ആണെങ്കിൽ കംപ്ലീറ്റ് ഇനിക്വാലിറ്റി. Gini coefficient 0 ആണെങ്കിൽ it is complete equality or perfect equality. ഈ രണ്ട് കാര്യവും അറിഞ്ഞിരിക്കുക. There may be a question regarding this Lorenz curve or Gini coefficient. ഒരു ചോദ്യം വരാം. എന്ത്? Gini coefficient 0 ആണെങ്കിൽ എന്താണ്? Gini coefficient 1 ആണെങ്കിൽ എന്താണ് എന്നൊരു ചോദ്യം എക്സ്പെക്ട് ചെയ്യുന്നതാണ്. Okay. Next we can see the limitation of GDP. ഹലോ, Gini coefficient 1 ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമോ? പറയുന്നു. നമ്മൾ എന്താ പറഞ്ഞേ? Gini coefficient എന്ന് പറഞ്ഞാൽ എന്താ? It is the ratio of area between Lorenz curve and line of equality to the area between line of equality and origin. So this is the line of equality. ഇതാണ് എന്ത്? Line of equality.
and this is the Lorenz curve. എന്താ പറഞ്ഞേ? ഏരിയ ബിറ്റ്വീൻ ലോറൻസ് കർവ് ആൻഡ് ലൈൻ ഓഫ് ഇക്വാലിറ്റി. അതാണ് എ എന്ന് പറഞ്ഞ ഏരിയ. ടു ദ ടോട്ടൽ ഏരിയ ഓർ ടു ദ ഏരിയ ബിറ്റ്വീൻ ലോറൻസ് കർവ് ആൻഡ് ഒറിജിൻ. അതായത് ദി എൻറ്റയർ ഹാഫ്, നമ്മുടെ ഈ പറഞ്ഞ എൻറ്റയർ ഏരിയ, അതാണെന്ത് ഡിനോമിനേറ്റർ വരുന്നത്. വിച്ച് മീൻസ് എ ബൈ എ പ്ലസ് ബി. അതിന് ബി എന്ന് പറഞ്ഞാൽ എന്താ? ബി എന്ന് പറഞ്ഞാൽ ദ ഏരിയ ഇത് ബിലോ ദ ലോറൻസ് കർവ്. ലോറൻസ് കർവിന് താഴെ മുതൽ ഈ പറഞ്ഞ ഒറിജിൻ വരെയുള്ള ഏരിയ. ദിസ് ഈസ് ദ ഏരിയ ബി, ദിസ് ഈസ് ദ ഏരിയ എ. സോ ഇതാണ് എന്ത് ഗിനി കോഎഫിഷ്യന്റ് ഇക്വേഷൻ. എന്താണ്? എ ബൈ എ പ്ലസ് ബി. ഓക്കെ, അടുത്ത പറഞ്ഞ എന്താണ്? സപ്പോസ് നമ്മുടെ ലോറൻസ് കർവ് ഈസ് ഗോയിങ് ടു ഇന്റർസെക്ട് വിത്ത് ദ ഒറിജിൻ. നമ്മുടെ ലോറൻസ് കർവ് എന്ത് ചെയ്യാൻ പോവാണ്? ലോറൻസ് കർവ് ഒറിജിനുമായിട്ട് ഇന്റർസെക്ട് ചെയ്യാൻ പോവാ. എന്നുവെച്ചാൽ ഒറിജിനുമായിട്ടാണ് എന്ത് ലോറൻസ് കർവ് ഇന്റർസെക്ട് ചെയ്യുന്നത്. സോ എക്സ് വൈ ആക്സിസുമായിട്ട് നമ്മുടെ ലോറൻസ് കർവ് എന്ത് ചെയ്തു? ഇന്റർസെക്ട് ചെയ്യുവാണ്, അതായത് മേർജ് ചെയ്യുവാണ്. സോ നമ്മുടെ ഇക്വേഷൻ എന്താ? ജി സി ഇസ് ഈക്വൽ ടു എ ബൈ എ പ്ലസ് ബി എന്ന ഏരിയ. ആൻഡ് എ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വാട്ട് ഈസ് എ? എ ഈസ് ദ ഏരിയ ബിറ്റ്വീൻ ലോറൻസ് കർവ് ആൻഡ് ലൈൻ ഓഫ് ഇക്വാലിറ്റി. ലൈൻ ഓഫ് ഇക്വാലിറ്റിക്കും ലോറൻസ് കർവിനിടയിലുള്ള ഏരിയ, അതാണെന്ത് എ എന്ന് പറഞ്ഞ ഏരിയ. സോ ലൈൻ ഓഫ് ഇക്വാലിറ്റി ഏതാ അവിടെ? ദിസ് ഈസ് ലൈൻ ഓഫ് ഇക്വാലിറ്റി. ഈ പറഞ്ഞ 45 ഡിഗ്രി ലൈൻ ആണെന്ത് ലൈൻ ഓഫ് ഇക്വാലിറ്റി. ഈ ലോറൻസ് കർവ് ഏതാണ്? ലോറൻസ് കർവ് എന്ന് പറഞ്ഞാൽ ഒറിജിനുമായിട്ട് ഇന്റർസെക്ട് ചെയ്ത് പോയ കർവ്. ഈ പച്ച വര അതാണെന്ത് ലോറൻസ് കർവ്. ആൻഡ് ഈ ബ്ലാക്ക് ലൈൻ അതാണെന്ത് ലൈൻ ഓഫ് ഇക്വാലിറ്റി. സോ ഏരിയ എന്ന് പറയുമ്പോൾ എന്ത് വരും? ദ എൻറ്റയർ ഏരിയ, അതായിരിക്കും എന്ത് എ എന്ന് പറഞ്ഞ ഏരിയ. സോ നമ്മുടെ ഇക്വേഷൻ എ ബൈ എ പ്ലസ് ബി ആണല്ലോ. ഇവിടെ ബി ഉണ്ടോ? ബി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഏരിയ ബിലോ ലോറൻസ് കർവ്, ലോറൻസ് കർവിന് താഴെയുള്ള ഏരിയ ടു ഒറിജിൻ. ഒറിജിൻ എന്ന് പറയുമ്പോൾ 0. സോ ലോറൻസ് കർവിന് താഴെയുള്ള ഏരിയ ടു ഒറിജിൻ ആണെന്ത് ബി എന്ന് പറഞ്ഞ ഏരിയ. ഇവിടെ അതുണ്ടോ? ദാറ്റ് ഏരിയ ഈസ് നോട്ട് പ്രസന്റ്. കാരണം എന്താ? നമ്മുടെ ലോറൻസ് കർവ് ഒറിജിനുമായിട്ട് കൊളൈഡ് ചെയ്തു, അതുമായിട്ട് ഇന്റർസെക്ട് ചെയ്തു. അവിടെ താഴെ ഏരിയ ഇല്ല. സോ നമുക്ക് അങ്ങനെ ഒരു ഇക്വേഷൻ എ ബൈ എ എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 1. ആൻഡ് അതുപോലെ ലോറൻസ് കർവ് നമ്മുടെ ലൈൻ ഓഫ് ഇക്വാലിറ്റിയിൽ നിന്ന് അകലുകയാണെങ്കിൽ, ലോറൻസ് കർവ് ലൈൻ ഓഫ് ഇക്വാലിറ്റിയിൽ നിന്ന് ഒറിജിനിലേക്ക് അല്ലെങ്കിൽ അകന്നു പോവുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞു എന്താണ്? ഇനിക്വാലിറ്റി വർദ്ധിക്കുമെന്ന് പറഞ്ഞു, തുല്യത ഇല്ലായ്മ വർദ്ധിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ എന്താ ഉണ്ടായത്? നമ്മുടെ ലൈൻ ഓഫ് ഇക്വാലിറ്റി അവിടെ നിന്ന് ലോറൻസ് കർവ് അകന്നകന്ന് ரொம்ப ദൂരെ പോയി. അങ്ങോട്ടാ പോയത്? ടു ഒറിജിൻ. ഒറിജിനുമായിട്ട് ഇന്റർസെക്ട് ചെയ്തു. ഇനി പോകാനില്ല അങ്ങോട്ട്. ദാറ്റ് ഈസ് ദ മാക്സിമം. നമുക്ക് പറയാം നമ്മുടെ കൺട്രിയിലെ ഇനിക്വാലിറ്റി എന്ത് ചെയ്തതുപോലെ വൈഡൻ ചെയ്തു. സോ there is complete inequality. There is complete inequality in the country. കാരണം എന്താ? ലോറൻസ് കർവ് has merged with origin അല്ലെങ്കിൽ ആക്സിസ്. ഈ പറഞ്ഞ എക്സും വൈയുമായിട്ട് ലോറൻസ് കർവ് merge ചെയ്തു അല്ലെങ്കിൽ ആക്സിസുമായിട്ട് merge ചെയ്തു. അപ്പൊ നമുക്ക് പറയാം എന്താ? There is complete inequality. കിട്ടിയോ? ക്ലിയർ ആണോ? ക്ലിയർ. So next you can see the limitation of GDP as a measurement of welfare. നമ്മുടെ GDP അതിന്റെ ലിമിറ്റേഷൻസ് ആണ് പറയുന്നത്.
വെൽഫെയർ മെഷർമെന്റില് GDP limitations. So, on the GDP is not helpful in measuring social indicators or social dimensions. Education, health, പോലുള്ള indices measurement. GDP cannot be used. So, GDP is not helpful for measuring social dimensions in a population. നമ്മുടെ literacy, അല്ലെങ്കിൽ ആളുകളുടെ വെൽഫെയർ, അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ്സ്, ഇവയൊക്കെ കണക്കാക്കാൻ നമുക്ക് എന്ത് പറ്റില്ല? GDP ഉപയോഗിക്കാൻ കഴിയില്ല. ദെൻ മറ്റൊരു പോരായ്മയാണ്, there is no welfare perspective in GDP. സോ ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ഒരു കൺട്രിയില് ഈ പറഞ്ഞ AK-47 ആറ്റം ബോംബും ഹൈഡ്രജൻ ബോംബും ഡിഫൻസ് ഒക്കെ നിർമ്മിക്കുകയാണ്. വേറൊന്നും കൺട്രി നിർമ്മിക്കുന്നില്ല. സോ ഹോസ്പിറ്റൽ ഇല്ല, സ്കൂളില്ല, അല്ലെങ്കിൽ പോർട്ടൽ എഡ്യൂക്കേഷൻ ഇല്ല. സോ ക്യാൻ ഐ സേ ആ കൺട്രിയിൽ വെൽഫെയർ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? വെൽഫെയർ എന്ന് പറയുമ്പോൾ ആളുകളുടെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്യണം? ഇംപ്രൂവ് ചെയ്യപ്പെടണം. ഇവിടെ അത് പറയുന്നേ ഇല്ല. സോ വെൽഫെയർ പെർസ്പെക്റ്റീവ് ഈസ് നോട്ട് കൺസിഡേർഡ് ഇൻ ദ കേസ് ഓഫ് GDP. അതുപോലെ തന്നെ GDP മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. അതാണ് the issue of externalities. The issue of externalities. Externality എന്ന് പറഞ്ഞാൽ it is the impact. It is the impact on a third party who are not a part of. Who are not a part of production. അതായത് ഒരു നിർമ്മാണം നടക്കുമ്പോൾ നിർമ്മാണത്തിൽ പങ്കാളിത്തമില്ലാത്ത, നിർമ്മാണത്തിൽ പങ്കെടുക്കാത്ത ഒരു തേർഡ് പാർട്ടിക്ക് മേലെ ഉണ്ടാകുന്ന ഇമ്പാക്ട്, അതാണെന്ത്? എക്സ്റ്റേണാലിറ്റി ഉദ്ദേശിക്കുന്നത്. എന്താണ് എക്സ്റ്റേണാലിറ്റി? എക്സ്റ്റേണാലിറ്റി എന്താണ്? ഇറ്റ് ഈസ് ദ ഇമ്പാക്ട് ഓൺ എ തേർഡ് പാർട്ടി ഹു ഇസ് നോട്ട് എ പാർട്ട് ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്. നിർമ്മാണത്തിൽ പങ്കാളിത്തമില്ലാത്ത, നിർമ്മാണത്തിൽ പങ്കെടുക്കാത്ത ഒരു വ്യക്തിക്ക് മേലെ ഉണ്ടാവുന്ന ഇമ്പാക്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വ്യവസായം എടുക്കുക. സോ നമ്മുടെ ഒരു ലൊക്കാലിറ്റിയിൽ വ്യവസായം ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഈ വ്യവസായം ഉൽപ്പന്നം നിർമ്മിക്കുന്നു. അറ്റ് ദ സെയിം ടൈം ദ ഇൻഡസ്ട്രി ഈസ് പൊല്യൂട്ടിങ്. ഇൻഡസ്ട്രി എന്തുണ്ട്? പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ഈ പൊല്യൂഷൻ ഇമ്പാക്ട് ചെയ്യുന്ന ആരെയാണ്? ആ ലൊക്കാലിറ്റിയിലുള്ള ആളുകളെയാണ്. നോക്കുവാണെങ്കിൽ ആ ലൊക്കാലിറ്റിയിലുള്ള ആളുകൾ നിർമ്മാണത്തിൽ പങ്കെടുക്കണമെന്നില്ല. അവരെന്തല്ല? ഈ നിർമ്മാണത്തിൽ പങ്കാളിത്തമില്ല. ഈ പറഞ്ഞ കമ്പനി ഓൺ ചെയ്യുന്നില്ല, കമ്പനിയിൽ വർക്ക് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. പക്ഷെ എന്താണ്? ഈ കമ്പനി ഉൽപ്പന്നം നിർമ്മിക്കുമ്പോൾ പൊല്യൂട്ട് ചെയ്യുന്നു. ആൻഡ് ഈ പൊല്യൂഷന്റെ ഇമ്പാക്ട്, സപ്പോസ് ഹെൽത്ത് ഇമ്പാക്ട് ആർക്കുണ്ടാവുന്നു? അവിടെയുള്ള നെയ്ബറിംഗ് പോപ്പുലേഷന് ഉണ്ടാവുന്നു. ദേ മേ ബി ഹാവിങ് സം ആസ്മ, അല്ലെങ്കിൽ ബ്രീത്തിങ് ട്രബിൾസ്, അല്ലെങ്കിൽ സോർ ഐസ് ഒക്കെ എന്ത് ചെയ്യാം? പൊല്യൂഷൻ കാരണം ഉണ്ടാവാം. സോ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ പ്രൊഡക്ഷനിൽ പങ്കെടുക്കാത്ത ഒരു തേർഡ് പാർട്ടിക്ക് ഉണ്ടാവുന്ന നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആണ്, ഓർ നെഗറ്റീവ് ഇമ്പാക്ട്സ് ആണ്. എന്ത്? നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണ്. അതുപോലെ ഇപ്പം വേറെ എക്സാമ്പിൾ പറയുമ്പോൾ സിഗരറ്റ് സ്മോക്കിംഗ് ഉണ്ടല്ലോ. സിഗരറ്റ് സ്മോക്ക്, ഇപ്പൊ ഒരാൾ സിഗരറ്റ് വലിക്കുകയാണ്. നമ്മൾ റോഡിൽ നിൽക്കുമ്പോൾ ഒരാൾ സിഗരറ്റ് വലിക്കുന്നു. അയാൾ സിഗരറ്റ് വലിക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാര്, ദർ കോൾഡ് ആസ് പാസീവ് സ്മോക്കേഴ്സ്. കേട്ടുണ്ടായിരിക്കുമല്ലോ, പാസീവ് സ്മോക്കേഴ്സ്. നോക്കുമ്പോ ഇയാൾ സിഗരറ്റ് വലിക്കുമ്പോൾ അയാളെ ബാധിക്കുന്നു. അതിനൊപ്പം തന്നെ സിഗരറ്റ് വലിക്കാത്ത ഒരാളെ എന്ത് ചെയ്യുന്നു? അത് ഇമ്പാക്ട് ചെയ്യുന്നു. സോ സിഗരറ്റ് സ്മോക്കിങ്ങിന്റെ ഒരു നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണ് എന്ത്? പാസീവ് സ്മോക്കേഴ്സ്. ഒരു തേർഡ് പാർട്ടി ഇയാൾ സിഗരറ്റ് വലിക്കുന്നു, അയാൾക്ക് എന്താണ് ഈ പറഞ്ഞ ഇമ്പാക്ട് ചെയ്യുന്നു. അയാളെ മാത്രമല്ല ഇമ്പാക്ട് ചെയ്യുന്നത്, ഒരു തേർഡ് പാർട്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. അതിന് അയാൾ എന്ത് ചെയ്യുന്നില്ല? സിഗരറ്റ് വലിക്കുന്നില്ല. സോ ദാറ്റ് ഈസ് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി. നെക്സ്റ്റ് യു ക്യാൻ സി, നെക്സ്റ്റ് ഇഷ്യൂ ആണ്
no consideration regarding income distribution. So നമ്മുടെ ജി ഡി പിയുടെ മറ്റൊരു പോരായ്മയാണ് നമ്മുടെ ഇൻകം ഡിസ്പാരിറ്റിയെ പറ്റി. വരുമാനം തുല്യമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? ഈസ് ദർ എനി ഈക്വാലിറ്റി ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം? അതെന്താണ്? ജി ഡി പി കൺസിഡർ ചെയ്യുന്നില്ല. സോ ജി ഡി പി ഈസ് സൈലന്റ് ഓൺ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഓർ ഇൻഇക്വാലിറ്റി ഇൻ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ നേരത്തെ കണ്ടു. കൺട്രി എ, കൺട്രി ബി എക്സാമ്പിൾ പറഞ്ഞപ്പോ കൺട്രി എയില് 1% 1 ലക്ഷം രൂപ കിട്ടി. അങ്ങനെ അതിപ്പോ എന്ത് പറ്റി? പെർ ക്യാപിറ്റ ഇൻകം എടുത്തപ്പോ ആ കൺട്രിയിൽ ഒരു ഹൈ വാല്യൂ കാണിച്ചു. സോ അതുപോലെ തന്നെ ഇവിടെ ഇൻകം ഡിസ്ട്രിബ്യൂഷനെ പറ്റി ഒരു കൺസിഡറേഷൻ ജി ഡി പി നടത്തുന്നില്ല. അതുപോലെ ഇൻ ജി ഡി പി സം ഐറ്റംസ് ആർ നോട്ട് മെഷേർഡ് ഓർ നോട്ട് ഇൻക്ലൂഡഡ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞു ഇൻഫോർമൽ സെക്ടർ അധികമുണ്ട്. ഇൻഫോർമൽ സെക്ടർ അധികമാണ്. എന്നുവെച്ചാൽ എന്താ? ഫോർമലൈസ്ഡ് എക്കണോമി അല്ല. നമ്മുടെ ഗവൺമെന്റിന് പല പ്രവർത്തനത്തെ പറ്റിയും ഡേറ്റ ലഭിക്കാറില്ല. സോ വെൻ യു ആർ മെഷറിംഗ് ജി ഡി പി വയ ഇൻകം മെത്തേഡ്, ഇൻകം മെത്തേഡ് വഴി ജി ഡി പിയോ ദേശീയ വരുമാനമോ മെഷർ ചെയ്യുമ്പോൾ വി കനോട്ട് എസ്റ്റിമേറ്റ് ദ ഇൻകം ഏൺഡ് ബൈ ദ ഇൻഫോർമൽ വർക്കേഴ്സ്. അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികൾ, അസംഘടിത മേഖലയിലുള്ള വർക്കേഴ്സ്, അവരുടെ ഇൻകത്തെ പറ്റി എന്താണ് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് കഴിയില്ല. നമുക്കെന്താ അത് ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ വർക്ക് ഡൺ ബൈ ഹൗസ് വൈഫ്സ്, അത് ചെയ്തില്ല, നാഷണൽ ഇൻകത്തില് ഇൻക്ലൂഡ് ചെയ്തില്ല. അങ്ങനെ ചില പോരായ്മകൾ ജി ഡി പിക്ക് ഉണ്ട്. അതുപോലെ തന്നെ ജി ഡി പി ഈസ് നോട്ട് കൺസിഡറിങ് ദ വാല്യൂ ഓഫ് ഇൻടാഞ്ചിബിൾ, ലൈക്ക് നമ്മുടെ എക്കണോമിയിലുള്ള ലെഷർ അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ്, അതിനെപ്പറ്റി ഒന്നും എന്താ ഒരു ക്വാളിറ്റേറ്റീവ് പെർസ്പെക്റ്റീവ് ജി ഡി പിക്ക് ഇല്ല. ദർ ഇസ് നോ ക്വാളിറ്റേറ്റീവ് ഡയമെൻഷൻ ഫോർ ജി ഡി പി. സോ ആളുകളുടെ ലെഷർ, ആളുകളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, അല്ലെങ്കിൽ ആളുകളുടെ ബൗദ്ധികമായിട്ടുള്ള സൈക്കോളജിക്കലായിട്ടുള്ള ഒരു റിക്രിയേഷൻ ഒന്നും എന്തെയ്യുന്നില്ല, ജി ഡി പി കൺസിഡർ ചെയ്യുന്നില്ല. ആൻഡ് ആൾസോ ഇറ്റ് ഈസ് സൈലന്റ് ഓൺ ഡിസ്പാരിറ്റി ഇൻ ജെൻഡർ. സോ ജെൻഡർ ഡയമെൻഷനിലും ജി ഡി പി കൺസിഡർ ചെയ്യുന്നില്ല. So these are the limitations of GDP as a measure of welfare of a country. There may be a question. ഒരു ക്വസ്റ്റ്യൻ വരാം in case of means ചോദ്യം വരാം. State the limitation of GDP as a measure of welfare of a country. നമ്മുടെ +2 NCERT-ലെ പോയിന്റ്സ് ആണിത്. If you have the opportunity to read +2 NCERT, and അതിൽ towards the endല് GDP ആൻഡ് വെൽഫെയർ എന്നൊരു ഏരിയ ഉണ്ട്. ആൻഡ് അതിൽ പറയപ്പെടുന്ന പോയിന്റ്സ് ആണ്. എല്ലാ പോയിന്റ്സും പറയുന്നില്ല. ഈ പറഞ്ഞ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ 1-2 പോയിന്റ്സ് അതിൽ പറയുന്നുണ്ട്. ലൈക്ക് ഇറ്റ് ഈസ് സൈലന്റ് ഓൺ സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ്, നെഗറ്റീവ് എക്സ്റ്റേർണലിറ്റീസ്, ഇൻകം ഡിസ്ട്രിബ്യൂഷൻ എന്നീ പോയിന്റ്സ് ഒക്കെ പറയുന്നുണ്ട്. ആൻഡ് യു ക്യാൻ റൈറ്റ് ദീസ് പോയിന്റ്സ് വെൻ സച്ച് എ ക്വസ്റ്റ്യൻ ഈസ് ആസ്ക്ഡ്. അങ്ങനെ ചോദ്യം വരികയാണെങ്കിൽ എന്തൊക്കെയാണ് ജി ഡി പിയുടെ പോരായ്മകൾ എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാൻ കഴിയുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് ഒരു ടേം ആണ് ഗ്രീൻ ജി ഡി പി. ഗ്രീൻ ജി ഡി പി. സോ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ജി ഡി പി കൺസിഡർ ചെയ്യുമ്പോൾ വി ആർ നോട്ട് കൺസിഡറിങ് ദ എൻവയോൺമെന്റ് ഇമ്പാക്ട്. നമ്മുടെ കൺട്രിയിൽ നിർമ്മാണം നടക്കുന്നു, പ്രൊഡക്ഷൻ നടക്കുന്നു, എക്കണോമിക് ആക്ടിവിറ്റി നടക്കുന്നു, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ നടക്കുന്നു. ആ സമയത്ത് എല്ലാം നമ്മുടെ എൻവയോൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇമ്പാക്ട് ചെയ്യപ്പെടുന്നുണ്ട്. There is impact on environment due to pollution, due to depletion of resources, resource depletion വഴി അല്ലെങ്കിൽ പൊല്യൂഷൻ വഴി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ എൻവയോൺമെന്റ് ഇമ്പാക്ട് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ ജി ഡി പി മെഷർ ചെയ്യുമ്പോൾ വി ആർ നോട്ട് കൺസിഡറിങ് ദീസ് ഇമ്പാക്ട്. ഈ ഒരു ഇമ്പാക്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ആൻഡ് ആ ഒരു പോരായ്മ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു പോരായ്മ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഗ്രീൻ ജി ഡി പി. സോ ഗ്രീൻ ജി ഡി പി എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് വി ആർ മോണിറ്റൈസിങ് ദ ഇമ്പാക്ട് ഓൺ എൻവയോൺമെന്റ്. നമ്മുടെ എൻവയോൺമെന്റ് ഉണ്ടാക്കുന്ന ഇമ്പാക്ട്, ലൈക്ക് ലോസ് ഓഫ് ഡൈവേഴ്സിറ്റി, ബയോഡൈവേഴ്സിറ്റി, ആൻഡ് ദ കോസ്റ്റ് ഓഫ് പൊല്യൂഷൻ,
സോ പൊല്യൂഷന്റെ കോസ്റ്റ്, അതുപോലെ ബയോഡൈവേഴ്സിറ്റിയുടെ കോസ്റ്റ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? മോണിറ്റൈസ് ചെയ്യുന്നു. ആൻഡ് വി ആർ ഡിഡക്റ്റിംഗ് ദിസ് വാല്യൂ. ഈ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു? GDP നിന്ന് റെഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് മോണിറ്റൈസ് ചെയ്ത ഈ വാല്യൂ പറയുന്നതാണ് എൻവയോൺമെന്റൽ അലവൻസ്. Environmental allowance. And when we are deducting the monetized value of impact on environment, നമ്മുടെ പ്രകൃതിക്കുണ്ടായ ഇമ്പാക്ട്, പ്രകൃതിക്കുണ്ടായ ലോസ് നമ്മൾ GDP നിന്ന് റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കിട്ടുന്ന വാല്യൂ ആണെന്ത്? ഗ്രീൻ GDP. ഇതാണ് ഗ്രീൻ GDP. So green GDP എന്ന് പറഞ്ഞാൽ it is the GDP obtained after considering the loss on environment. After deducting the loss on environment due to production. നിർമ്മാണ സമയത്ത് environment ഉണ്ടാക്കിയ ഇമ്പാക്ട് GDP നിന്ന് കുറയ്ക്കുന്നു. അങ്ങനെ കിട്ടുന്നതാണെന്ത്? ഗ്രീൻ GDP. So green GDP is obtained by reducing the impact on environment or environmental allowance from GDP value. GDP value നിന്ന് environmental allowance കുറച്ച് ശേഷം കിട്ടുന്ന വാല്യൂ ആണെന്ത്? ഗ്രീൻ GDP എന്ന് പറഞ്ഞിരിക്കും. Okay, so now we can see few questions. Despite being a high saving economy, capital formation may not result in significant increase in output due to. അതായത് നമ്മുടെ എക്കണോമിയിൽ ഉയർന്ന സേവിങ്സ് ഉണ്ട്, എന്നാൽ ഈ കൺട്രിയിലെ ക്യാപിറ്റൽ ഫോർമേഷൻ, ഉയർന്ന സേവിങ്സ് മൂലം ഉണ്ടാവുന്ന ക്യാപിറ്റൽ ഫോർമേഷൻ ഒരു കൺട്രിയിലെ ഇൻപുട്ട് സിഗ്നിഫിക്കന്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യില്ല. എപ്പോൾ? എപ്പോഴായിരിക്കും? when there is high capital output ratio. അല്ലേ? D is the answer. നോക്കുവാണെങ്കിൽ എന്താ പറഞ്ഞേ? കൺട്രിയിൽ സേവിങ്സ് കൂടുന്നുണ്ട്, ഹൗസ് ഹോൾഡ് സേവ് ചെയ്യുന്നു. ഹൗസ് ഹോൾഡ് സേവ് ചെയ്യുന്നതനുസരിച്ച് there is more capital formation, there is more ഇൻവെസ്റ്റ്മെന്റ്. ഹൗസ് ഹോൾഡ് സേവ് ചെയ്യുന്നു, ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിക്കുന്നു. ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിക്കുന്നതനുസരിച്ച് എന്തുണ്ടാവണം? ഔട്ട്പുട്ട് വർദ്ധിക്കണം. എപ്പോൾ വർദ്ധിക്കത്തില്ല? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ ഗുഡ്സ് എഫിഷ്യന്റ് അല്ല എങ്കിൽ, ഇഫ് ദ എഫിഷ്യൻസി ഓഫ് ദ ക്യാപിറ്റൽ ഈസ് നോട്ട് എഫിഷ്യന്റ്, ഔട്ട്പുട്ട് എന്തായിരിക്കും? കുറവായിരിക്കും. അല്ലെങ്കിൽ ഇഫ് ദർ ഈസ് ഹൈ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ, ഇഫ് ദ capital output ratio is high, then there will not be any significant increase in output. So answer endana? Answer is D. Next, which of the following is an index which monetizes the loss of biodiversity and accounts for cost caused by climate change? ഏതാണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞേ ഉള്ളൂ, ഇറ്റ് ഈസ് ഗ്രീൻ GDP. B is the answer. And now we can see the official estimate, the official document which is used by NSO, or official document which is released by NSO. So ഇങ്ങനെയാണ് നമ്മുടെ GDP ഡേറ്റ നമ്മുടെ NSO റിലീസ് ചെയ്യുന്നത്. So here you can see, നിങ്ങൾക്ക് ടേബിൾ കാണാം. This is how the data released by NSO look like. ഈ രീതിയിലാണ് നമ്മുടെ NSO, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് റിലീസ് ചെയ്യുന്ന GDP ഡേറ്റ ഇരിക്കുന്നത്. ഞാൻ പറയട്ടെ, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഇത് കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല, ഇതിന്റെ എല്ലാ വാല്യൂ അറിയേണ്ട ആവശ്യമില്ല. കാരണം കുറെ അക്കൗണ്ടിങ് ഒക്കെ ഉണ്ട്, ഇതൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ്
നോക്കുക. ഹിയർ യു ക്യാൻ സി, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമായിട്ടും 2 രീതിയിലാണ് എന്ത് ദേശീയ വരുമാനം എസ്റ്റിമേറ്റ് ചെയ്തത്. വയ പ്രൊഡക്റ്റ് മെത്തേഡ്, ദെൻ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ആൻഡ് ഇൻ സം സെക്ടേഴ്സ് മാത്രം, എല്ലാ മേഖലയിലും ഇല്ല, സർവീസ് സെക്ടറിൽ we can see we are estimating GDP or national income via income method. So പ്രധാനമായിട്ടും ഇന്ത്യയിൽ 3 മെത്തേഡും ഉണ്ട്. പക്ഷേ പ്രധാനമായിട്ടും we are using 2 methods, product method or value added method, then expenditure method. ഇത് രണ്ടുമാണ് എന്ത് ദേശീയ വരുമാനം എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ആൻഡ് ഇൻകം മെത്തേഡ് ഈസ് യൂസ്ഡ് only in some sectors. ചില സെക്ടേഴ്സിൽ മാത്രം ആണെന്ത് ഇൻകം മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ നമുക്ക് കാണാൻ കഴിയും. GBA അറ്റ് ബേസിക് പ്രൈസ് മെഷർ ചെയ്തു. അതുകൊണ്ട് നെറ്റ് ടാക്സ് ഓൺ പ്രൊഡക്ട്സ് എന്താണ്? GBA അറ്റ് ബേസിക് പ്രൈസ് പ്ലസ് പ്രൊഡക്റ്റ് ടാക്സ് മൈനസ് പ്രൊഡക്റ്റ് സബ്സിഡി, അതാണെന്ത് നെറ്റ് ടാക്സ് ഓൺ പ്രൊഡക്ട്സ്. അങ്ങനെ നമ്മൾ GDP കിട്ടി, ദെൻ NDP കിട്ടി. ദെൻ എക്സ്പെൻഡിച്ചർ പറയുമ്പോൾ വി ക്യാൻ സി PFCE, പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, അതാണെന്ത് നമ്മുടെ C എന്ന് പറഞ്ഞ C, പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. ദെൻ GFCE, ഗ്രോസ് ഫിക്സഡ് ഗവൺമെന്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. സോ PFCE എന്താണ്? PFCE എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. ദെൻ GFCF എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. ദെൻ GFCF എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഫിസിക്കൽ ക്യാപിറ്റൽ ഫോർമേഷൻ. സോ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് C പ്ലസ് I പ്ലസ് G പ്ലസ് X മൈനസ് M, അതാണെന്ത് ഇവിടെ കിടക്കുന്നത്. സോ C എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. ദെൻ I എന്ന് പറയുമ്പോൾ ഗ്രോസ് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ. ആൻഡ് G എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. Then X minus M, net exporter. And here you can see there is a term called discrepancy. കണ്ടോ? Discrepancy എന്ന term കണ്ടോ നിങ്ങൾ? 12th entry ആയിട്ട് you can see a term called discrepancy. So discrepancy അത് ഉപയോഗിക്കാൻ കാരണം നമ്മുടെ GDP മെഷർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞേ? ഏത് മെത്തേഡ് ആയാലും, പ്രൊഡക്റ്റ് ആയാലും, വെദർ ഇറ്റ് ഈസ് പ്രൊഡക്റ്റ്, എക്സ്പെൻഡിച്ചർ ഓർ ഇൻകം, വാല്യൂ ഓഫ് GDP എന്തായിരിക്കണം? സെയിം ആയിരിക്കണം, തുല്യമായിരിക്കണം. വി നീഡ് ടു ഗെറ്റ് ദ സെയിം വാല്യൂ എവരിവെയർ. ആൻഡ് നമ്മുടെ GDP via product method is more accurate. നമ്മുടെ പ്രൊഡക്റ്റ് മെത്തേഡിലുള്ള GDP ആണെന്ത് കമ്പയർഡ് ടു അതർ മെത്തേഡ്സ് ഈസ് മോർ ആക്യുറേറ്റ്. കാരണം ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ കീഴിൽ ഒരു ഡേറ്റാബേസ് ഉണ്ട്, MCA21 എന്ന് പറഞ്ഞിട്ട്. ഇന്ത്യയിലെ വ്യവസായങ്ങളെ 21 മേഖലയായിട്ട് തരംതിരിച്ചിട്ട് അവിടെ ഒരു ഡേറ്റാബേസ് ഉണ്ട്. ആ ഡേറ്റാബേസ് വെച്ച് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റും. ആൻഡ് ഒരു മോസ്റ്റ് അപ്രോപ്രിയറ്റ് മെത്തേഡാണ് GDP via പ്രൊഡക്റ്റ് മെത്തേഡ്. എന്നാൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എടുക്കുമ്പോൾ there may be a chance for some leakages. നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ചില വാല്യൂ വിട്ടുപോകാൻ കാരണമുണ്ട്, ചില വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, അതായത് എക്കണോമിയിൽ സ്പെൻഡ് ചെയ്യുന്ന എല്ലാം ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, ക്യാപ്ചർ ചെയ്യാൻ കഴിയണമെന്നില്ല. there may be some leakages. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ GDP via പ്രൊഡക്റ്റ് മെത്തേഡ് നമുക്ക് 100 രൂപ കിട്ടി, എന്നാൽ 100 രൂപ കിട്ടി. എന്നാൽ എക്സ്പെൻഡിച്ചർ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ചിലപ്പോൾ 90 ആയിരിക്കും. സോ എന്താ, ഒരു ഗ്യാപ്പ് വന്നില്ലേ? there is some gap. So as per our assumption GDP 2 മെത്തേഡാണെങ്കിലും തുല്യമായിരിക്കണം. സോ നമ്മൾ എന്ത് പറയും? ഈ ഗ്യാപ്പ് വരാൻ കാരണം അക്കൗണ്ടിങ് എറർ ആണ്. നമ്മൾ അക്കൗണ്ട് ചെയ്തപ്പോൾ ഉണ്ടായ എറർ ആണ്.
ആ അക്കൗണ്ടിങ് എറർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? എത്രയാണോ ഗ്യാപ്പ് ഉള്ളത് ആ ഗ്യാപ്പ് നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്യും. എന്നിട്ട് പറയും GDP 100. ഹിയർ യു ക്യാൻ സി GDPയുടെ വാല്യൂ നോക്കുമ്പോൾ കേട്ടോ നിങ്ങള് 113,86145. ആൻഡ് ഇവിടെ നോക്കൂ, സെക്കൻഡ് കേസിൽ എനിക്ക് കാണാൻ കഴിയും 113,86145. ആൻഡ് അത് വന്നത് എങ്ങനെയാണ്? ബൈ ആഡിങ് ഡിസ്ക്രിപ്പൻസി. നമ്മൾ നേരത്തെ കണ്ട വാല്യൂനൊപ്പം ഡിസ്ക്രിപ്പൻസി ആഡ് ചെയ്തപ്പോഴാണ് എന്ത് ആ വാല്യൂ വന്നത്. ഒരു എറർ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ രണ്ട് GDP വാല്യൂ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കിട്ടിയിരുന്നില്ല. എക്സ്പെൻഡിച്ചർ മെത്തേഡില് വി ഗെറ്റ് എ വാല്യൂ. ഈ 182,842 എന്ന ഈ വാല്യൂ കുറച്ചാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ എന്ത് ചെയ്തു? ഈ പറഞ്ഞ അക്കൗണ്ടിങ് എറർ എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്തു. കാരണം ഈ പറഞ്ഞ GDP എന്ന് പറഞ്ഞ ഒരു ചെറിയ പ്രോസസ് അല്ല. അത് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പ്രോസസ് അല്ല. ഇറ്റ് ഈസ് എ ലാർജ് സ്കെയിൽ പ്രോസസ് ആണ്. നമ്മുടെ അക്കൗണ്ടിങ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസേഴ്സ് കുറെ കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കുന്നത്. സോ പലപ്പോഴും പല ഡേറ്റ എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യാപ്ചർ ചെയ്യാൻ പറ്റാണ്ട് വരും. അപ്പൊ അങ്ങനെ എന്താ ഒരു എറർ ഉണ്ടാവുക. ആ എറർ ഉണ്ടാകുമ്പോൾ ഇവരെന്ത് ചെയ്യും? ഇത് എറർ ആണ് എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്യും. അതാണ് ഡിസ്ക്രിപ്പൻസി എന്ന് പറഞ്ഞാൽ. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ കാണാൻ കഴിയും there's a term called change in stock, and this is the official equation. നിങ്ങൾ GDPയുടെ ഒഫീഷ്യൽ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് NSO റിലീസ് ചെയ്യുന്ന ഒഫീഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ എന്താ? പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഗ്രോസ് ഫിസിക്കൽ ക്യാപിറ്റൽ ഫോർമേഷൻ, ചേഞ്ച് ഇൻ സ്റ്റോക്ക്, ഗവൺമെന്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, നെറ്റ് എക്സ്പോർട്ട് എന്നാ കാണുന്നത്. ഞാൻ പറഞ്ഞു ദാറ്റ് ഈസ് നോട്ട് നീഡഡ്. ഇത് വേണമെന്നില്ല. അതിന് പകരം എന്ത് ചെയ്യാം? C+I+G+X-M എന്ന ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ദ കോമൺ ഇക്വേഷൻ. നമ്മുടെ UPSC എക്സാമിനൊക്കെ ചോദിച്ച ചോദ്യം കൂടാണിത്. നിങ്ങൾ കണ്ടു കാണും. അഭ്യാസ് 2 there is a question. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് ഈസ് എ പ്രീവിയസ് UPSC ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ UPSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞ C+I+G+X-M എന്ന് പറഞ്ഞ ഇക്വേഷൻ. സോ UPSC അംഗീകരിച്ചൊരു ഇക്വേഷൻ ആയത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഒരു കോമൺ ഇക്വേഷൻ ആയിട്ട് എന്ത് ചെയ്യാം? We can use this C+I+G+X-M. എന്നാൽ ഒഫീഷ്യൽ ഇക്വേഷൻ പറയുമ്പോൾ എന്താ? ഇതാണ്. ആ ടേമിനെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ടേം ആണ് ചേഞ്ച് ഇൻ സ്റ്റോക്ക്. ആൻഡ് ക്യാൻ യു സേ എന്തുകൊണ്ടാണ് ഈ ചേഞ്ച് ഇൻ സ്റ്റോക്ക് മെഷർ എന്ന് പറയാമോ? എന്താ ചേഞ്ച് ഇൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ചേഞ്ച് ഇൻ സ്റ്റോക്ക്? ചേഞ്ച് ഇൻ സ്റ്റോക്ക് മീൻസ് what is the amount, or what is the amount of stock, or what is the number of stock? What is the number of stock available what is the number of stock which is present between beginning of a year and end of financial year. So change in stock എന്ന് പറയുമ്പോൾ സപ്പോസ് ഒരു കമ്പനി എടുക്കാം. ഒരു കമ്പനിയിൽ ഫിനാൻഷ്യൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ April 1 സ്റ്റാർട്ട് ചെയ്തപ്പോൾ കമ്പനിയുടെ കയ്യിൽ ഉൽപ്പന്നമൊന്നുമില്ല. There is no stock available. There is no item available in the case of company. And March 31 ആയപ്പോൾ ഈ കമ്പനിയുടെ കയ്യിൽ സപ്പോസ് 30 എണ്ണം റിമൈനിങ് ഉണ്ട്. വിറ്റ് പോവാത്ത 30 എണ്ണം ബാക്കിയുണ്ട്. സോ ചേഞ്ച് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് സ്റ്റോക്ക് വിച്ച് ഈസ് പ്രസന്റ് ബിറ്റ്വീൻ ബിഗിനിങ് ഓഫ് ഇയർ ആൻഡ് എൻഡ് ഓഫ് ഇയർ. നമ്മുടെ ഒരു വർഷം തുടങ്ങിയപ്പോൾ, ഒരു ഫിനാൻഷ്യൽ തുടങ്ങിയപ്പോൾ, ഒരു സാമ്പത്തിക വർഷം തുടങ്ങിയപ്പോൾ എത്ര സ്റ്റോക്ക് ഉണ്ട്, സാമ്പത്തിക വർഷം തീർന്നപ്പോൾ എത്ര സ്റ്റോക്ക് ഉണ്ട്, അതിന്റെ ചേഞ്ച് ആണ് എന്ത്? ചേഞ്ച് ഇൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ. സോ ഇറ്റ് ഈസ് ദ ഡിഫറൻസ്, ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് സ്റ്റോക്ക്. സോ എന്താ പറഞ്ഞേ? ചേഞ്ച് ഇൻ സ്റ്റോക്ക് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് സ്റ്റോക്ക് വിച്ച് ഈസ് അവൈലബിൾ ഇൻ എ കമ്പനി at the beginning of financial year and at the end of financial year. It is the difference. It is the difference
in the number of stock which is available in a company, and it is the difference in the number of stock which is available in a company at the beginning of the year and at the end of the year. So നോക്കുക, ഈ കമ്പനിയിൽ April 1 സാധനം ഒന്നും ഇരിപ്പില്ല. എന്നാൽ March 31 ആയപ്പോൾ there is 30 item which is pending. 30 item കമ്പനിയിൽ ബാക്കിയുണ്ട്. And you can see the change in stock എന്ന് പറയുമ്പോൾ 30 minus 0. അതുപോലെ തന്നെ suppose there is another company. ആ കൺട്രിയിൽ at the beginning of the year നമുക്കറിയാം പലപ്പോഴും ഒരു കമ്പനി ഉണ്ടെങ്കിൽ കമ്പനിയുടെ പാസ്റ്റ് സ്റ്റോക്ക് മുൻപുണ്ടായിരുന്ന ഐറ്റംസ് എന്ത് ഈ കമ്പനി പിന്നീട് വിൽക്കാം. സോ ഈ പറഞ്ഞ കമ്പനിയിൽ 10 ഐറ്റം April 1 ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ഈ കമ്പനിയുടെ കയ്യിൽ 30 എണ്ണം ബാക്കിയുണ്ട്. സോ വി ക്യാൻ സി ചേഞ്ച് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ 30 minus 10 എത്ര വരും? 20 വരും. ഈ ചോദ്യം എന്തുകൊണ്ടാണ് ഈ ചേഞ്ച് സ്റ്റോക്ക് GDP വയ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? അതിന് കാണാൻ നോക്കുവാണെങ്കിൽ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ആസ് പെർ അവർ അസംഷൻ ഓഫ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, ഒരു കൺട്രിയിൽ ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ എങ്ങോട്ട് പോകണം? ഹൗസ് ഹോൾഡിലേക്ക് പോകണം, ഹൗസ് ഹോൾഡ് പർച്ചേസ് ചെയ്യണം എന്നാ പറഞ്ഞിരുന്നത്. സോ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ഫേം ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരു കൺട്രിയിൽ ഡിഫറെന്റ് ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. ഈ പറഞ്ഞ ഗുഡ്സ് ആര് കൺസ്യൂം ചെയ്യണം? ഹൗസ് ഹോൾഡ് കൺസ്യൂം ചെയ്യുന്നു. അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നു, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ വരുന്നു, എക്സ്പോർട്ട് വരുന്നു. എന്നാൽ ചില ഉൽപ്പന്നം എന്താ വിൽക്കാണ്ട് പോകത്തില്ലേ? ഇപ്പൊ ഒരു കൺട്രിയിൽ 100 ഐറ്റം വന്നു. ഈ 100 ഐറ്റം എന്ത് ചെയ്യണമെന്നില്ല, വിറ്റ് പോകണമെന്നില്ല. ചില ഉൽപ്പന്നങ്ങൾ വിറ്റ് പോവാണ്ടിരിക്കാം, ചില ഉൽപ്പന്നങ്ങൾ വിറ്റ് പോവാണ്ടിരിക്കാം. അതാണെന്ത് ചേഞ്ച് ഇൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞ. ആൻഡ് ഈ വാല്യൂ ഒരു എക്സ്പെൻഡിച്ചർ കാണത്തില്ല. ഹൗസ് ഹോൾഡിന്റെ സിക്കകത്തോ ഐക്കകത്തോ ജിക്കകത്തോ ഈ പറഞ്ഞ ചേഞ്ച് സ്റ്റോക്ക് കാണില്ല. കാരണം എന്താ? ഇത് വിറ്റുപോയില്ല, ഈ സാധനം എന്ത് ചെയ്തിട്ടില്ല, ആൾക്കാര് വാങ്ങിയിട്ടില്ല. സോ നോക്കുവാണെങ്കിൽ ചേഞ്ച് സ്റ്റോക്ക് ഓർ വി ക്യാൻ സേ ചേഞ്ച് ഇൻ ഇൻവെന്ററി എന്നും പറയാം ഇതിനെ. ചേഞ്ച് ഇൻ ഇൻവെന്ററി. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ഇറ്റ് റെപ്രസെന്റ്സ് ദ ലിസ്റ്റ് ഓഫ് ഐറ്റംസ്. ഒരു കൺട്രിയിൽ ലിസ്റ്റ് ഓഫ് അവൈലബിൾ ഐറ്റംസ്, വിൽക്കാൻ വേണ്ടിയുള്ള എത്രമാത്രം ഉൽപ്പന്നങ്ങൾ ഒരു കമ്പനിയിലുണ്ട്, അതാണ് എന്ത് ഇൻവെന്ററി എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഐറ്റംസ് വിച്ച് ഈസ് ടു ബി സോൾഡ് ഇൻ എ കമ്പനി, അതാണ് ഇൻവെന്ററി. സോ ചേഞ്ച് ഇൻ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ എന്താ, ഓവർ എ പീരീഡ് ഓഫ് ടൈം, ഏപ്രിൽ മുതൽ മാർച്ച് വരെ ടൈം പീരീഡിൽ എത്രമാത്രം ഉൽപ്പന്നം വിറ്റ് പോവാണ്ടിരിക്കുന്നു, അതാണ് എന്ത് ചേഞ്ച് ഇൻ സ്റ്റോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഹിയർ യു ക്യാൻ സി ഈ പറഞ്ഞ ചേഞ്ച് ഇൻ സ്റ്റോക്ക് വിറ്റ് പോവാത്ത ഉൽപ്പന്നങ്ങൾ സിക്കകത്ത് വരില്ല. കാരണം എന്താ, ആൾക്കാർ വാങ്ങിച്ചിട്ടില്ല, ആൾക്കാരത് എടുത്തിട്ടില്ല. ദെൻ ഐക്കകത്ത് വരത്തില്ല, ജിക്കകത്ത് വരത്തില്ല, എക്സിന് വരത്തില്ല, എക്സ് മൈനസ് എമ്മിൽ വരത്തില്ല. എന്തുകൊണ്ടാ? ഈ സാധനം എക്സ്പോർട്ട് ചെയ്തിട്ടില്ല, ഈ സാധനം ആൾക്കാർ വാങ്ങിയിട്ടില്ല, ഈ സാധനം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പോയിട്ടില്ല, ഗവൺമെന്റ് എക്സ്പെൻഡ് ചെയ്തിട്ടില്ല. സോ എന്താ, വി ഹാവ് ടു ഇൻക്ലൂഡ് ദിസ് ചേഞ്ച് സ്റ്റോക്ക് ഇൻ GDP വയ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. എക്സ്പെൻഡിച്ചർ മെത്തേഡ് മെഷർ ചെയ്യുമ്പോൾ, GDP മെഷർ ചെയ്യുമ്പോൾ ചേഞ്ച് സ്റ്റോക്കിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അത് നോക്കുവാണെങ്കിൽ ദിസ് വാല്യൂ ഈസ് വെരി സ്മോൾ. നമ്മുടെ ബാക്കിയുള്ള പാർട്ടിനെ അപേക്ഷിച്ച് ദിസ് ഈസ് ദ ലോവസ്റ്റ് വാല്യൂ ഇൻ ദിസ് GDP വയ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. നമ്മുടെ എക്സ്പെൻഡിച്ചർ മെത്തേഡ് GDP വയ എക്സ്പെൻഡിച്ചർ മെത്തേഡില് ഏറ്റവും ചെറിയ വാല്യൂ ആണെന്ത് ചേഞ്ച് ഇൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞ. അതുപോലെ തന്നെ ഒരു കാര്യം പറയാം, നമ്മുടെ നാഷണൽ ഇൻകം ഓർ GDP എന്നൊക്കെ പറഞ്ഞാൽ ഓൾ ദീസ് ആർ ഫ്ലോ വേരിയബിൾ എന്ന് പറയും. ദേശീയ വരുമാനം അതുപോലെ GDP അതൊക്കെ പറഞ്ഞാൽ എന്താണ്, ഫ്ലോ വേരിയബിൾ ആണ്. അതിന് കാരണം ദേശീയ വരുമാനമായാലും GDP ആയാലും ഇതെല്ലാം മെഷർ ചെയ്യുന്നത് ഓവർ എ പീരീഡ് ഓഫ് ടൈം ആണ്. ഓവർ എ പീരീഡ് ഓഫ് ടൈം അല്ലേ? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള കാലയളവിൽ എത്രയാണ്
ഏൺ ചെയ്ത ഇൻകം, എത്രയാണ് പ്രൊഡ്യൂസ് ചെയ്തത്, അതാണ് എന്ത് ഫ്ലോ വേരിയബിൾ എന്ന് പറഞ്ഞാൽ. സോ ഫ്ലോ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇഫ് വി ആർ മെഷറിംഗ് എൻ എൻറ്റിറ്റി ഓവർ എ പീരീഡ് ഓഫ് ടൈം, ഒരു കാലയളവിലാണ് ഒരു ഉൽപ്പന്നത്തെ മെഷർ ചെയ്യുന്നതെങ്കിൽ എന്താണ് ഫ്ലോ വേരിയബിൾ ആണ്. മറ്റൊരു ടേം ആണ് സ്റ്റോക്ക് വേരിയബിൾ. സ്റ്റോക്ക് വേരിയബിൾ എന്ന് പറഞ്ഞാൽ if you are measuring a commodity or measuring an item at a point of time, അതായത് ഒരു നിശ്ചിത സമയത്ത് മെഷർ ചെയ്യുകയാണെങ്കിൽ അതാണ് സ്റ്റോക്ക് വേരിയബിൾ. ഫോർ എക്സാമ്പിൾ, വെൽത്ത് ഓഫ് എ കൺട്രി, ഒരു കൺട്രിയുടെ സ്വത്ത് എന്ന് പറയുമ്പോൾ വി ആർ മെഷറിംഗ് ദ വെൽത്ത് അറ്റ് ദിസ് പോയിന്റ്. ഞാൻ ഈ പറയുന്ന പോയിന്റിൽ എത്രയാണ് കൺട്രിയുടെ ആസ്തി എന്ന് പറയുമ്പോൾ ഐ വിൽ മെഷറിംഗ് ഇവിടെയുള്ള അസറ്റ്സ്, ഇവിടെയുള്ള ബിൽഡിങ്ങുകൾ, ഇവിടെയുള്ള വാഹനങ്ങൾ, ഇവിടെയുള്ള ഫോറസ്റ്റ്. ഐ വിൽ മെഷറിംഗ് ദ അസറ്റ്സ്. സോ ഞാൻ ഈ പറയുന്ന പോയിന്റിൽ, ഞാൻ പറയുന്ന ഒരു നിശ്ചിത സമയത്ത് മെഷർ ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്നതാണ് എന്ത് സ്റ്റോക്ക് വേരിയബിൾ. അതിന് എക്സാമ്പിൾ ആണ് കൺട്രീസ് വെൽത്ത്, ദേശീയ സ്വത്ത് ഒക്കെ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്, സ്റ്റോക്കായിട്ട് മെഷർ ചെയ്യുന്നത്. അറ്റ് ദിസ് പോയിന്റ് എത്രയാണ് അസറ്റ് ഉള്ളത്. ആൻഡ് സ്റ്റോക്ക് മെഷർ ചെയ്യുമ്പോൾ വി ക്യാൻ സി വി ആർ ഇൻക്ലൂഡിങ് ദോസ് ഐറ്റംസ് ഇൻ ദ പാസ്റ്റ്. പണ്ടുണ്ടായിരുന്ന ഉൽപ്പന്നം നമ്മൾ എന്ത് ചെയ്യും, മെഷർ ചെയ്യും. വിന്റേജ് കാറുകൾ, ആന്റിക് ഐറ്റംസ്, ഇവയെല്ലാം വെൽത്ത് മെഷർ ചെയ്യുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യും. എന്നാൽ ദേശീയ വരുമാനം മെഷർ ചെയ്യുമ്പോൾ വെൻ വി ആർ മെഷറിംഗ് നാഷണൽ ഇൻകം എന്ത് വരില്ല, ഈ പറഞ്ഞ ഓൾഡ് ഐറ്റംസോ ആന്റിക് ഐറ്റംസോ നമ്മുടെ വിന്റേജ് ഐറ്റംസോ ഇൻക്ലൂഡ് ചെയ്യില്ല. കാരണം ദേശീയ വരുമാനം എന്ന് പറയുമ്പോൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം, ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ഈ കാലയളവിൽ എത്രമാത്രം ഉൽപ്പന്നം പ്രൊഡ്യൂസ് ചെയ്തു, എത്രമാത്രം ഇൻകം ഏൺ ചെയ്തു. സോ അതിരിക്കുക GDP, GNP is a flow variable and national wealth എന്ന് പറഞ്ഞാൽ it is a stock variable. ആൻഡ് ഇവിടെ നോക്കുവാണെങ്കിൽ യു ക്യാൻ സി ചേഞ്ച് ഇൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ചേഞ്ച് ഇൻ സ്റ്റോക്ക് ആണ്. സ്റ്റോക്ക് ഓഫ് എ കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റോക്ക് ഓഫ് എ കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിൽ നിശ്ചിത സമയത്ത് എന്തുമാത്രം ഉൽപ്പന്നം ഉണ്ട് എന്നാണ് മീൻ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് സ്റ്റോക്ക്. സ്റ്റോക്ക് എന്നല്ല പറഞ്ഞേ, ചേഞ്ച് ഇൻ സ്റ്റോക്ക് എന്നാ പറഞ്ഞേ. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ഈ ടൈം പീരീഡിനിടയിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് ഗുഡ്സ് അവൈലബിൾ, അതാണ് ചേഞ്ച് സ്റ്റോക്ക്. സോ ചേഞ്ച് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൾസോ എ ഫ്ലോ വേരിയബിൾ. അതുകൊണ്ടാണ് എന്ത് ദേശീയ വരുമാനത്തിൽ ഇത് വരുന്നത്. കാരണം ഇത് പറയാൻ കാരണം നമ്മുടെ NCERT ക്വസ്റ്റ്യനകത്ത് there is a description of stock and flow. ഈ പറഞ്ഞ കാര്യം തന്നെ പറയുന്നുണ്ട്. സ്റ്റോക്ക് ഫ്ലോ എന്നൊരു ഡിഫറൻസ് പറയുന്നുണ്ട്. എന്തുകൊണ്ട് ചേഞ്ച് സ്റ്റോക്ക് വന്നു പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് പറയാൻ കാരണം. ഇഫ് യു ആർ റീഡിംഗ് NCERT യു മേ ഗെറ്റ് കൺഫ്യൂഷൻ വരാം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഈ പറഞ്ഞ GDP, GNP ഒരു ഫ്ലോ വേരിയബിൾ ആണ്. ഫ്ലോ എന്ന് പറയാൻ കാരണം എന്താ, ഓവർ എ പീരീഡ് ഓഫ് ടൈം മെഷർ ചെയ്യുന്നു. സ്റ്റോക്ക് എന്ന് പറയാൻ കാരണം എന്താ, അറ്റ് എ പോയിന്റ് ഓഫ് ടൈം മെഷർ ചെയ്യുന്നു. ഹിയർ വി ക്യാൻ സി ചേഞ്ച് സ്റ്റോക്ക് എന്തുകൊണ്ടാണ് വന്നേ. ചേഞ്ച് സ്റ്റോക്ക് വരാൻ കാരണം ഇറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് അണ്ടർ എനി അതർ എക്സ്പെൻഡിച്ചർ. മറ്റൊരു എക്സ്പെൻഡിച്ചറിനകത്തും എന്ത് ചെയ്യത്തില്ല, ചേഞ്ച് സ്റ്റോക്ക് മെഷർ ചെയ്യത്തില്ല. ഓക്കെ. ആൻഡ് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, പാസ്റ്റ് ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഈ പറഞ്ഞ GDP-യിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. ഇപ്പൊ നോക്കുക, ഒരു കമ്പനി ഉണ്ടെന്ന് വെച്ചോ, എന്ന കമ്പനി. ഏപ്രിൽ 1-ന് ആ കമ്പനിയുടെ കയ്യിൽ 10 സ്റ്റോക്ക് അവൈലബിൾ ആണ്. അതായത് കഴിഞ്ഞ വർഷത്തെയാണ്, ലാസ്റ്റ് ഇയർ പ്രൊഡ്യൂസ് ചെയ്ത സ്റ്റോക്ക് കമ്പനിയുടെ ഉണ്ട്. ആൻഡ് മാർച്ച് ആയപ്പോൾ ആ കമ്പനിയുടെ കയ്യിൽ 30 സ്റ്റോക്ക്, അല്ലെങ്കിൽ ആ കമ്പനിയുടെ കയ്യിൽ സ്റ്റോക്ക് ഒന്നുമില്ല, എല്ലാം വിറ്റുപോയി. ആൻഡ് വെൻ വി ആർ മെഷറിംഗ് GDP വയ എക്സ്പെൻഡിച്ചർ മെത്തേഡ്, നമ്മൾ എന്ത് ചെയ്യും, C + I + G + X - M പ്ലസ് ചേഞ്ച് ഇൻ സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. ചേഞ്ച് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ എന്താ, മാർച്ച് ഏപ്രിൽ ഡിഫറൻസ് ആണ്. മാർച്ചിൽ എന്താ, ഒന്നുമില്ല, 0 -10. എന്ന് പറയുമ്പോൾ എന്താ, ഏപ്രിൽ 10-ന് ഉണ്ടായിരുന്ന ഉൽപ്പന്നം. നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞ 10 എന്തിനാ അവിടെ കുറയ്ക്കുന്നേ, കഴിഞ്ഞ വർഷമുള്ള സാധനം. ഇത് കഴിഞ്ഞ വർഷം നിർമ്മിച്ച സാധനമാണ്. നമ്മൾ എന്ത് ചെയ്യത്തില്ല,
കഴിഞ്ഞ വർഷത്തെ ഉൽപ്പന്നം കഴിഞ്ഞ വർഷത്തെ GDP. ഈ വർഷത്തെ ഉൽപ്പന്നം ഈ വർഷത്തെ GDP. സോ ചേഞ്ച് സ്റ്റോക്കിനകത്ത് എന്ത് ചെയ്യപ്പെടും? മുൻപുണ്ടായിരുന്ന ഒരു കമ്പനി കീപ്പ് ചെയ്ത് വെച്ചേക്കുന്ന, ഒരു കമ്പനി കൈവശം വെച്ചേക്കുന്ന പണ്ട് ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നം എവിടെ ഡിഡക്ട് ചെയ്യപ്പെടുന്നുണ്ട്? ചേഞ്ച് സ്റ്റോക്കിനകത്ത് ഡിഡക്ട് ചെയ്യപ്പെടുന്നുണ്ട്. സോ ഓർമ്മയുണ്ടോ? ഞാനന്ന് പറഞ്ഞില്ലേ, പണ്ട് കാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പ്രൊഡ്യൂസ് ചെയ്ത ഉൽപ്പന്നങ്ങൾ ഈ വർഷം കൺസിഡർ ചെയ്തില്ല. അത് ഇൻ കേസ് കഴിഞ്ഞ വർഷം ചെയ്ത ഉൽപ്പന്നങ്ങൾ കമ്പനിയുടെ ഉണ്ടെങ്കിൽ ചേഞ്ച് സ്റ്റോക്ക് എന്ന് പറഞ്ഞ കമ്പനിനകത്ത് അത് എൻജോയ് ചെയ്യപ്പെട്ടു. സോ ഇഫ് ദർ ഈസ് സം പാസ്റ്റ് സ്റ്റോക്ക് വിച്ച് ഈസ് അവൈലബിൾ ഇൻ ദ കൺട്രി വിച്ച് ഈസ് ഗെറ്റ് എലിമിനേറ്റഡ് ഇൻ ദിസ് ചേഞ്ച് സ്റ്റോക്ക് കമ്പണന്റ്, ഈ കമ്പണന്റിനകത്ത്, ഈ ഒരു കമ്പണന്റിനകത്ത് ചേഞ്ച് സ്റ്റോക്ക് എന്ത് ചെയ്യപ്പെടും? സോറി, പാസ്റ്റ് സ്റ്റോക്ക് എന്ത് ചെയ്യപ്പെടും? എൻജോയ് ചെയ്യപ്പെടും. ഇസ് ദാറ്റ് ക്ലിയർ? എല്ലാവരും ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ we can successfully complete the national income accounting, one of the toughest portion in our syllabus. നമ്മുടെ സിലബസിലെ ഏറ്റവും പാടുള്ള പോർഷൻ ആണ് നമ്മളിപ്പോ കവർ ചെയ്തത്. എന്തെങ്കിലും സംശയമുണ്ടോ? Is there any doubt? ഉണ്ടോ? എന്തെങ്കിലും സംശയം? എനിവൺ? എന്താ പറയുന്നു? പ്ലീസ് റെസ്പോണ്ട്. നിങ്ങൾ ഓക്കെ, ക്ലിയർ ആയോ? ലാസ്റ്റ് പറഞ്ഞ ഇക്വേഷൻ ഉണ്ടല്ലോ, ഒഫീഷ്യൽ ഇക്വേഷൻ ഓഫ് നാഷണൽ ഇൻകം. ആ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മാത്രം മതി. ആ ടേം അറിഞ്ഞാൽ നല്ലത്, അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ആ ബേസിക് ഇക്വേഷൻ ഉണ്ടല്ലോ, C+I+G+X-M, അത് മാത്രം അറിഞ്ഞാൽ മതി. മറ്റേത് അറിഞ്ഞാൽ നല്ലതെന്നേ ഉള്ളൂ. മറ്റേത് സഫിഷ്യന്റ് ആണ്. ഈ പറഞ്ഞ C+I+X-M ഈസ് സഫിഷ്യന്റ്. സോ എങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. അടുത്ത ടോപ്പിക്കാണ് ഇന്ത്യൻ ടാക്സ് സിസ്റ്റം. പക്ഷെ നീണ്ടുപോയി. ഞാൻ ഒരു അരമുക്കാൽ മണിക്കൂറാണ് ഉദ്ദേശിച്ചത്, പക്ഷെ അത് കുറച്ച് എക്സ്പാൻഡ് ചെയ്തു പോയി. അത് ലാസ്റ്റ് പറഞ്ഞത് കൊണ്ടാണ്, കുഴപ്പമില്ല. സോ നെക്സ്റ്റ് ഈസ് ഇന്ത്യൻ ടാക്സ് സിസ്റ്റം. ആൻഡ് നമ്മുടെ അടുത്ത ടെസ്റ്റ് വരുന്നത് ഒക്ടോബറിലാണ്. ഒക്ടോബർ ഫസ്റ്റ് വീക്കിലാണ് നമ്മുടെ അഭ്യാസ് 3 വരുന്നത്. ഒക്ടോബർ ഫസ്റ്റ് വീക്ക്. ആൻഡ് ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ പറയാൻ കാരണം, ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ നമ്മൾ ഇതുവരെ പഠിച്ചത് അഭ്യാസ് 2 കഴിഞ്ഞുള്ള പോർഷൻസ് അതെന്ത് ചെയ്യുക, തറവാക്കുക. ആൻഡ് അതിനുവേണ്ടി പ്രിപ്പയർ ആകുക. ഓക്കെ. സോ നെക്സ്റ്റ് ഈസ് ഇന്ത്യൻ ടാക്സ് സിസ്റ്റം. നമ്മുടെ സിലബസില് മൊഡ്യൂൾ 6 ഉള്ള ടോപ്പിക്കാണ് ഇന്ത്യൻ നികുതി സമ്പ്രദായം. ആൻഡ് കഴിഞ്ഞ പ്രിലിംസിനായാലും മെയിൻസിനായാലും ദർ ഈസ് സം ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് ദിസ് ഏരിയ. ടാക്സ് ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു. സോ നമുക്ക് നോക്കാം ഇന്ത്യൻ നികുതി സമ്പ്രദായം, അതിന്റെ ബേസിക് ടേംസ് ആൻഡ് ബേസിക് ഫാക്ട്സ്. The first we are going to discuss is public finance and fiscal policy. The concept of public finance and fiscal policy. So നിങ്ങൾ വാർത്തകൾ കേൾക്കുന്ന ടേംസ് ആണ് ഈ പറഞ്ഞ പബ്ലിക് ഫിനാൻസ്, പൊതുധനകാര്യം എന്ന് പൊതുവെ പറയാം. സോ പബ്ലിക് ഫിനാൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് represents the financial activities or finance activities of government ആണ്. സോ സർക്കാരിന്റെ ധനകാര്യ പ്രവർത്തനങ്ങൾ അതാണെന്ത് ഈ പറഞ്ഞ പബ്ലിക് ഫിനാൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ സർക്കാരിന്റെ മേജർ ഫിനാൻസ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരുന്നുണ്ട്? ഗവൺമെന്റ് ടാക്സ് കളക്ട് ചെയ്യുന്നു,
ഗവൺമെന്റ് വിപണിയിൽ നിന്ന് കടം എടുക്കുന്നു, ഗവൺമെന്റ് പൈസ ചെലവാക്കുന്നു. സോ പബ്ലിക് ഫിനാൻസ് പറയുമ്പോൾ ഇറ്റ് റെപ്രസെന്റ്സ് ദ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് ഗവൺമെന്റ് ആണ്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് പബ്ലിക് റവന്യൂ, അതായത് സർക്കാർ റവന്യൂ മൊബിലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ, സർക്കാർ വിപണിയിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതാണെന്ത് പബ്ലിക് റവന്യൂ വരുന്നത്. Then there is public borrowing or public debt. സർക്കാരിന്റെ പൊതുകടം അല്ലെങ്കിൽ സർക്കാരിന്റെ കടമെടുപ്പ്, അതാണ് പബ്ലിക് ഡെറ്റ് അല്ലെങ്കിൽ പബ്ലിക് ബോറോയിങ് വരുന്നത്. Then there is public expenditure. പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ എന്താ? സർക്കാരിന്റെ ചെലവുകൾ. സോ നോക്കുവാണെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് എക്കണോമിയിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യും. അതുപോലെ ഈ ടാക്സ് ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റ് ഈസ് പെർഫോമിങ് ഡിഫറെന്റ് വെൽഫെയർ മെഷേഴ്സ്, ഡെവലപ്മെന്റ് മെഷേഴ്സ് ഇൻ ദ എക്കണോമി. ആൻഡ് പലപ്പോഴും സർക്കാരിന്റെ നികുതിയും അതുപോലെ സർക്കാരിന്റെ ചെലവും തമ്മിൽ ഒരു അന്തരം വരും, ഒരു ഡിഫറൻസ് ഒരു ഡിസ്പാരിറ്റി വരും. ആൻഡ് ഈ അന്തരം നികത്താനായിട്ട്, ആ ഒരു വ്യത്യാസം നികത്താനായിട്ട് സർക്കാർ വിപണിയിൽ നിന്ന് കടമെടുക്കാൻ നിർബന്ധരാകും. ആൻഡ് അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഡിഫറെന്റ് മാർഗങ്ങൾ ഉപയോഗിച്ച് എക്കണോമിയിൽ നിന്ന് കടം എടുക്കും. ആൻഡ് ഈ പറഞ്ഞ പബ്ലിക് റവന്യൂ മൊബിലൈസേഷൻ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് ഡെറ്റ്, ഈ പറഞ്ഞ എൻറ്റയർ ആക്ടിവിറ്റിയും നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ലെവൽസ് ഓഫ് ഗവൺമെന്റും ചെയ്യുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും അതുപോലെ തന്നെ ലോക്കൽ ഗവൺമെന്റ് ആയാലും അല്ലെങ്കിൽ പഞ്ചായത്ത് ബോഡി ആയാലും. സോ ദീസ് പബ്ലിക് ഫിനാൻസ് ഈസ് റിലേറ്റഡ് ടു ഓൾ ദ ടയേഴ്സ് ഓഫ് ഗവൺമെന്റ് നമുക്ക് കാണാൻ കഴിയും. ആൻഡ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ വി ആർ ഡിസ്കസിങ് അബൌട്ട് പബ്ലിക് റവന്യൂ ആണ്. സോ പബ്ലിക് റവന്യൂവില് രണ്ട് ഭാഗം വരുന്നുണ്ട്. ടാക്സും വരുന്നുണ്ട്, നോൺ ടാക്സും വരുന്നുണ്ട്. നികുതി വരുമാനമുണ്ട്, അതുപോലെ നികുതിതര വരുമാനമുണ്ട്. അതുപോലെ നമ്മുടെ ക്ലാസ്സിൽ വി ഹാവ് എ നമ്പർ ഓഫ് പഞ്ചായത്ത് സെക്രട്ടറീസ് ഉണ്ട്. ആൻഡ് വെൻ വി ആർ ഡിസ്കസിങ് സം പോർഷൻസ്, എനിക്ക് നിങ്ങളുടെ ആവശ്യം വരും. യു ഹാവ് ടു സപ്പോർട്ട് മീ. ഓക്കെ, നമ്മുടെ ടാക്സ് കുറച്ച് വരുമ്പം നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിമാരെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നെ വിശ്വസിക്കുകയാണ്. അല്ലേ? ഉണ്ടാകത്തില്ലേ കൂടെ? തമാശ പറഞ്ഞല്ല, തിരിച്ചത് പറഞ്ഞതാണ്. സംശയങ്ങളൊക്കെ വരും, ഇപ്പൊ ഞാൻ വിളിച്ചു ചോദിക്കും. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാം? ഞാനൊരു പോയിന്റ് പറയുമ്പോൾ അതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഞാൻ ആഡ് ഓൺ ചെയ്യാം. കാരണം സിൻസ് യു ആർ മോർ ഫീൽഡ് എക്സ്പീരിയൻസ്, അതുകൊണ്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വിൽ ബി ഡിസ്കസിങ് ദ ടാക്സ് വിച്ച് ഇസ് അണ്ടർ പബ്ലിക് റവന്യൂ. അതുപോലെ തന്നെ മറ്റൊരു ടേമാണ് ഫിസിക്കൽ പോളിസി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ധനനയങ്ങൾ. സോ നമ്മുടെ എക്കണോമി പറയുമ്പോൾ രണ്ട് തരം പോളിസി പറയാറുണ്ട്. ഒന്ന് ഫിസിക്കൽ പോളിസി, മറ്റൊന്ന് മോണിറ്ററി പോളിസി. ഫിസിക്കൽ പോളിസി എന്ന് പറയുമ്പോൾ എന്താ? ഇന്ന് ഇൻട്രോ ക്ലാസ് ഞാൻ പറഞ്ഞതാണ്. ദോസ് പോളിസി മെഷേഴ്സ് വിച്ച് ഈസ് അനൗൺസ്ഡ് ബൈ ഗവൺമെന്റ് ആണ്. സോ കേന്ദ്ര ധനമന്ത്രാലയം അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന നയങ്ങൾ, അതാണെന്ത്? ഫിസിക്കൽ പോളിസിയിൽ ഉൾപ്പെടുന്നത്. മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ എന്താ? മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ നമ്മുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന നയങ്ങൾ, ഓർ പണനയം എന്ന് പറയും. സോ റിസർവ് ബാങ്ക് എന്ത് പറയും? കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റുകൾ ചെയ്യുന്നതെന്ന് പറയും ധനകാര്യ നയം എന്ന് നമ്മൾ പറയുന്നതാണ്. സോ ഫിസിക്കൽ പോളിസി ഡീൽസ് വിത്ത് ദ റവന്യൂ എക്സ്പെൻസ് ഓഫ് ദ ഗവൺമെന്റ്. സർക്കാരിന്റെ റവന്യൂവിനെ പറ്റിയും സർക്കാരിന്റെ എക്സ്പെൻസിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു നയമാണ് ഫിസിക്കൽ പോളിസി. സോ നമ്മൾ കാണുന്ന ടാക്സ് ഈസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് ഫിസിക്കൽ പോളിസി. ഫിസിക്കൽ പോളിസിയുടെ ഒരു എക്സാമ്പിൾ ആണെന്ത്? ഈ പറഞ്ഞ ടാക്സ്. അതുപോലെ ഈ ടാക്സ് കൺസെപ്റ്റ് ഈസ് ദിസ് എ ന്യൂ കൺസെപ്റ്റ്, അല്ലെങ്കിൽ നികുതി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇതൊരു പുതിയ കൺസെപ്റ്റ് ആണ്. അല്ലെങ്കിൽ എന്താണ് നികുതി? വാട്ട് ഈസ് ടാക്സ് അക്കോർഡിംഗ് ടു യു? നികുതി പറഞ്ഞാൽ എന്താണ്? ഇതിന് എക്സാമ്പിൾ പറയാം.
Suppose I am going to a shop. ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു കടയിലേക്ക് പോവാണ്. And I am purchasing പാളേജ് ബിസ്ക്കറ്റ്. ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഒരു പാളേജ് ബിസ്ക്കറ്റ് വാങ്ങാൻ പോവാ. ആൻഡ് ഞാൻ ഈ പാളേജ് ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ട് അതിന് റിവേഴ്സ് സൈഡിൽ ഞാൻ നോക്കിയപ്പോൾ I can see MRP ₹20. എന്ത് കാണുകയാണ് ഞാൻ? MRP 20 കണ്ടു. സോ ഞാൻ കടക്കാരോട് ചോദിച്ചു എത്രയാണ് ടാക്സ്, എത്രയാണ് എമൗണ്ട് എന്ന് ചോദിച്ചു. കടക്കാരൻ പറഞ്ഞു അതിന്റെ റിവേഴ്സ് സൈഡിൽ പൈസയുണ്ട്, യു ഹാവ് ടു പേ ദാറ്റ് പ്രൈസ്. സോ ഞാൻ കാണുകയാണ് MRP ₹20. എന്താ MRP എന്ന് പറഞ്ഞാൽ? മാക്സിമം റീറ്റെയിൽ പ്രൈസ്, പരമാവധി വിൽപ്പന വിലയാണ്. അതായത് ഈ ബിസ്ക്കറ്റ് പരമാവധി 20 രൂപയ്ക്കായിരിക്കണം വിൽക്കേണ്ടത്. അത് കുറച്ച് വിൽക്കാം, അത് കുറച്ച് എത്രയാണ് വിൽക്കാം, പക്ഷെ പരമാവധി എത്ര ആയിരിക്കണം? 20 രൂപയ്ക്ക് വിൽക്കാൻ പാടുള്ളൂ. സോ ഹി ക്യാൻ ഗീവ് ഡിസ്കൗണ്ട്. നമ്മുടെ കടക്കാരൻ എന്ത് ചെയ്യാം? കടക്കാരൻ ഡിസ്കൗണ്ട് കൊടുക്കാം. സപ്പോസ് 10 രൂപയ്ക്ക് വിൽക്കാം 20 രൂപയുടെ ബിസ്ക്കറ്റ്. പക്ഷെ ഈ പറഞ്ഞ മാക്സിമം എത്ര ആയിരിക്കണം? 20 രൂപയ്ക്കാണ്. സോ ഞാൻ 20 രൂപ കൊടുക്കാൻ തുടങ്ങുകയാണ്. ഞാൻ ബിസ്ക്കറ്റ് വാങ്ങിച്ചു 20 രൂപ എടുത്ത് കൊടുക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് കാര്യം കാണുന്നത്, ഓൺ ദ ബോട്ടം സൈഡ് ഈ MRPയുടെ തൊട്ട് താഴെയായിട്ട് ഒരു കാര്യം എഴുന്നേക്കാണ്, ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ്. സോ എന്താ കാണുന്നത് ഞാൻ? when I am purchasing the biscuit, when I am making the payment, below the MRP, I am seeing a statement, inclusive of all taxes. ഓർത്ത് നോക്കൂ, ഞാൻ എന്ത് ചെയ്തിട്ടില്ല? I never demanded taxes. ഞാൻ എന്താ പോയി ചോദിച്ചത്? ചേട്ടാ ഒരു ബിസ്ക്കറ്റ് തരും, അത് മാത്രം ചോദിച്ചത്. പക്ഷെ അതിന് മേലെ എന്ത് ചെയ്യേണ്ടി വരുന്നു? ഞാൻ ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. വിത്തൗട്ട് ഡിമാൻഡിങ്, വിത്തൗട്ട് ആസ്കിങ്, when I am making the payment, I was forced to pay the tax which is included in the biscuit. ഒട്ടും ഹാപ്പി ആയില്ല. കാരണം എന്താ? ഞാൻ ചോദിക്കാണ്ട് ഞാൻ എന്ത് ചെയ്യേണ്ടി വരുന്നു? ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. വിത്തൗട്ട് ആസ്കിങ് ഓർ വിത്തൗട്ട് ഡിമാൻഡിങ്, I was forced to pay taxes. ഇപ്പൊ ഞാൻ പറയാണ്, കടക്കാരോട് പറയാണ്, ചേട്ടാ ഞാൻ ടാക്സ് ചോദിച്ചില്ലല്ലോ, ഞാൻ ബിസ്ക്കറ്റിലേ ചോദിച്ചുള്ളൂ, എന്തിനാ ഞാൻ പൈസ തരുന്നേ? അപ്പൊ കടക്കാരൻ എന്ത് പറയായിരിക്കും? വേണമെങ്കിൽ വെച്ചിട്ട് പോകാന്ന് പറയും. സോ ഇഫ് ഐ വാണ്ട് ദ ബിസ്ക്കറ്റ്, ഐ ഹാവ് ടു പേ ദ എൻറ്റയർ പ്രൈസ്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വരികയാണ്. ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് ഈ പാക്കറ്റ് പൊട്ടിച്ച് ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഐ ഗോട്ട് എ മെയിൽ ഫ്രം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ IT ഡിപ്പാർട്ട്മെന്റ് ഭാഗത്ത് നിന്ന് ഒരു മെയിൽ വരുന്നു. ആൻഡ് ആ മെയിൽ പറഞ്ഞ എങ്ങനെയാണ്, യു ഹാവ് ഏൺഡ് സോ ആൻഡ് സോ ഇൻകം. കഴിഞ്ഞ വർഷം നിങ്ങൾ ഇത്രമാത്രം ഇൻകം ഏൺ ചെയ്തു, and you are supposed to pay so and so tax. So നിങ്ങൾ കഴിഞ്ഞ വർഷം ഇത്ര ലക്ഷം രൂപ ഇൻകം ഏൺ ചെയ്തു, ആൻഡ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത്ര എമൗണ്ട് ഓഫ് ടാക്സ് പേ ചെയ്യണം. ഒന്ന് നോക്കണേ, ഞാൻ ബിസ്ക്കറ്റ് വാങ്ങിച്ചു, അപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ ചോദിക്കാണ്ട് ഞാൻ ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു, ഞാൻ കഷ്ടപ്പെട്ട് ഇൻകം ഏൺ ചെയ്തു, ഞാൻ ചുമ്മാ കിട്ടിയതല്ല, ഞാൻ കഷ്ടപ്പെട്ട് ഏൺ ചെയ്ത ഇൻകമാണ്. ആ ഇൻകത്തിന് മേലെ എന്ത് ചെയ്യുന്നു? ഗവൺമെന്റ് പറയാണ് നിങ്ങൾ ടാക്സ് അടയ്ക്കണമെന്ന്. സോ whenever I am earning income, whenever I am purchasing a commodity, I was forced to pay tax. And ഈ ടാക്സ് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ കാണും, പണ്ടുണ്ടായിരുന്നൊരു പരസ്യമുണ്ട്, ഹച്ചിന്റെ ഒരു പരസ്യം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ വോഡാഫോണിന്റെ പരസ്യം. ഒരു പഗ് ഡോർ ഇതില്ലേ, പഗ് പട്ടി എടുത്തല്ലേ. സോ അതിന് പരസ്യം ഉണ്ടായിരുന്നല്ലോ, wherever you go the network follows. അല്ലെങ്കിൽ നമ്മുടെ ഗാഥാജമി പറയുന്ന പോലെ എന്താ, wherever you go I am there എന്ന് പറയുന്ന പോലെ ഈ പറഞ്ഞ ഹച്ച് ഡോഗ്, നമ്മൾ ഇൻകം ഏൺ ചെയ്തു, നമ്മൾ കമ്മ്യൂണിറ്റി പർച്ചേസ് ചെയ്തു, അപ്പോഴെല്ലാം എന്താണ്? അപ്പോഴെല്ലാം I was supposed to pay tax. So it is like ടാക്സ് എന്ത് ചെയ്യുകയാണ്? എന്നെ ഫോളോ ചെയ്യുന്ന പോലെയാണ്. ആൻഡ് ഈ ടാക്സ് എങ്ങോട്ടാ പോന്നെ? ഞാൻ കൊടുക്കുന്ന ഈ ടാക്സ് എങ്ങോട്ടായി പോന്നെ? കടക്കാന് കിട്ടുവാണോ? അതോ കച്ചവടക്കാന് കിട്ടുമോ? അതോ നിർമ്മാതാന് കിട്ടുമോ? വേർ ഡസ് ദിസ് ടാക്സ് ആക്ച്വലി ഗോ? ഈ ടാക്സ് ആക്ച്വലി പോകുന്നത് എങ്ങോട്ടാണ്? ടു ദ ഗവൺമെന്റ്. സർക്കാരിലേക്കാണ് ഇത് ഈ ടാക്സ് പോകുന്നത്. ഞാൻ സാധനം വാങ്ങുമ്പോഴും ഞാൻ ഇൻകം ഏൺ ചെയ്യുമ്പോഴും ഞാൻ എന്ത് ചെയ്യുന്നു? ടാക്സ് കൊടുക്കുന്നു. ഈ ടാക്സ് എല്ലാം it will get accumulated
it will get, it is filling the treasury. നമ്മൾ പറയുന്ന സർക്കാരിന്റെ ഖജനാവ് നിറയ്ക്കുകയാണെന്ത് ഈ പറഞ്ഞ ടാക്സ് ചെയ്യുന്നത്. ആൻഡ് ഈ ടാക്സ് ആണ് ഗവൺമെന്റ് വെൽഫെയറിന് വേണ്ടിയും ഡെവലപ്മെന്റിന് വേണ്ടിയും മറ്റ് പല ആക്ടിവിറ്റിക്കും ഉപയോഗിക്കുന്നത്. ആൻഡ് ഈ ഒരു കൺസെപ്റ്റ്, ടാക്സ് എന്ന ഈ കൺസെപ്റ്റ്, ഇറ്റ് ഈസ് നോട്ട് എ മോഡേൺ കൺസെപ്റ്റ്. പുതുതായിട്ട് അല്ലെങ്കിൽ ഈ അടുത്തിടെ ഉണ്ടായ ഒരു കൺസെപ്റ്റ് അല്ല ഈ ടാക്സ്. പണ്ട് മുതൽ, ഇഫ് യു ആർ സീയിങ് ഇൻ ദ ബുക്ക് റിട്ടൺ ബൈ കൗട്ടില്യ, നമ്മുടെ ചാണക്യൻ എഴുതിയ അർത്ഥശാസ്ത്ര, നമ്മുടെ കോഴ്സ് അല്ല, ചാണക്യൻ എഴുതിയ അർത്ഥശാസ്ത്ര എന്ന ബുക്കിനകത്ത് there is a mentioning of tax collection. അവിടെ പറയുന്നുണ്ട് ഓരോ തരത്തിലെ ആളുകളും എന്തുമാത്രം എമൗണ്ട് കളക്ട് ചെയ്യണം, എന്തുമാത്രം ടാക്സ് പേ ചെയ്യണം എന്ന് കൃത്യമായ പ്രതിപാദനം അതിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മനുസ്മൃതി, മനു എഴുതിയ മനുസ്മൃതിക്കകത്തും യു ക്യാൻ സി there is a mentioning about tax component. അതുപോലെ കാളിദാസൻ എഴുതിയ രഘുവംശ നോവലിനകത്ത് രസകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇൻ ദ നോവൽ റിട്ടൺ ബൈ കാളിദാസ, അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: എങ്ങനെയാണോ സൂര്യൻ നീരാവി എടുത്ത് മഴയായി 10 മടങ്ങായി നൽകുന്നത്, അതുപോലെ രാജാവ് എന്ത് ചെയ്യുന്നു, പ്രജകളുടെ കയ്യിൽ നിന്ന് നികുതി കളക്ട് ചെയ്ത് അവർക്ക് വേണ്ട നന്മ ചെയ്യുന്നു. സോ സൂര്യൻ എന്ത് ചെയ്യുന്നു, നീരാവി എടുത്ത് മഴ നൽകുന്നില്ലേ, അതുപോലെ രാജാവ് എന്ത് ചെയ്യും, ആളുകളുടെ നിന്ന് ഈ പറഞ്ഞ നികുതി അല്ലെങ്കിൽ ഈ പറഞ്ഞ എമൗണ്ട് കളക്ട് ചെയ്യുന്നു, അതിനുശേഷം അവർക്ക് വേണ്ടിയുള്ള വെൽഫെയർ പ്രൊവൈഡ് ചെയ്യുന്നു. സോ ടാക്സിനെ പറ്റി സുന്ദരമായി എഴുതിയേക്കാണ്. സോ നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞ ടാക്സ് എന്ന കൺസെപ്റ്റ് പ്രാചീന കാലം മുതൽ ഏഷ്യണ്ട് നിലനിൽപ്പുണ്ട്. സോ അന്ധകാലത്ത് വേറെ പേരൊക്കെയാണ്. സോ ബലി എന്നൊക്കെയാണെന്ന് പറയുന്നത്. ബലി എന്നൊക്കെ പറഞ്ഞ ടേം കാണാം. ഇഫ് യു ആർ സ്റ്റഡിങ് ഏഷ്യൻ ഹിസ്റ്ററി, ആ സമയത്ത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ദർസ് എ ടേം കോൾഡ് ബലി. ബലി എന്ന് വെച്ചാൽ മറ്റേ ബലിയല്ല, ബലി കൊടുക്കുക അതല്ല, രാജാവിന് കാഴ്ച സമർപ്പിക്കുക എന്ന് പറയുന്നതല്ലേ, കാഴ്ച സമർപ്പിക്കുക എന്നൊക്കെ പറയുന്ന ടേം ഉണ്ടായിരുന്നു. ബലി. സോ ഇൻ ദിസ് ബലി, ദീസ് ആർ some offerings which is given to the government, which is given to the king. And you can see ഈ പറഞ്ഞ നികുതി എന്ന കൺസെപ്റ്റ് പണ്ട് മുതലേ ഉണ്ടായിരുന്നു, അത് അന്ന് മുതലേ ഫോളോ ചെയ്യുന്നതാണ്. അത് അതാണെന്ത്, സർക്കാരുകളുടെ എല്ലാം ഖജന നിറയ്ക്കുകയും സർക്കാരിനെ ആളുകളെ സേവിക്കാനായിട്ട് തയ്യാറാക്കുകയും, സർക്കാരല്ല അന്ധകാലത്ത് സർക്കാരല്ല രാജാക്കന്മാരെ സേവിക്കാനായിട്ട് തയ്യാറാക്കുകയും ചെയ്യുന്നത്. ആൻഡ് ഈ പറഞ്ഞ ടാക്സ് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, if you want to define tax, you can see tax can be defined as an involuntary payment. So tax എന്താണ്, ഒരു involuntary payment ആണ്. So involuntary എന്ന് പറയുമ്പോൾ എന്താ, there are two types of actions. നമ്മുടെ ശരീരത്ത് 2 തരം ആക്ഷൻ ഉണ്ട്. വോളണ്ടറി ആക്ഷൻ ഉണ്ട്, ഇൻവോളണ്ടറി ആക്ഷൻ ഉണ്ട്. എന്താ വോളണ്ടറി ആക്ഷൻ എന്ന് പറയുമ്പോൾ, ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ പ്രകാരം എന്റെ സ്വമനസ്സോടുകൂടി എന്റെ ചിന്തിച്ച് ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതാണെന്ത്, വോളണ്ടറി ആക്ഷൻ. പറയാറുണ്ടല്ലോ വോളണ്ടിയർ ആയിട്ട് വരിക, എന്തെങ്കിലും പരിപാടിക്ക് വോളണ്ടിയേഴ്സ് ആർ നീഡ് എന്നൊക്കെ പറയാറില്ലേ. വോളണ്ടിയർ എന്ന് പറയാൻ എന്താ, ഒരാൾ സ്വമേധയാ വരുന്ന പ്രവർത്തനങ്ങളാണ്. ഇൻവോളണ്ടറി എന്ന് പറയുമ്പോൾ എന്താ, സ്വയച്ഛയില്ലാതെ എന്റെ ഇഷ്ടമില്ലാതെ ഞാൻ ചെയ്യുന്ന പ്രവർത്തനമാണ്. ഫോർ എക്സാമ്പിൾ ഹാർട്ട് ബീറ്റ്. ഇപ്പൊ ഞാൻ വിചാരിക്കുകയാണ്, സോ കുറെ നാട്ടിരിക്കുകയല്ലേ, കുറച്ച് റെസ്റ്റ് കൊടുക്കാം, കൊച്ചിനെ അടിക്കാണ്ടിരിക്കൂ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പറ്റുമോ? അങ്ങനെ പറ്റുമെങ്കിൽ ഞാൻ ഇവിടെ കിടക്കും. സോ എന്താ, ഇൻവോളണ്ടറി ആക്ഷൻ ആണ് ഹാർട്ട് ബീറ്റ്. അതുപോലെ കണ്ണുമ വെട്ടുന്നത് ഇൻവോളണ്ടറി ആക്ഷൻ ആണ്. കണ്ണുമ വെട്ടുന്നില്ലേ, അത് ഇൻവോളണ്ടറിയാ. ഹാർട്ട് ബീറ്റ് ഇൻവോളണ്ടറിയാ. സോ ഈ പറഞ്ഞ ടാക്സ് എന്താണ്, ഒരു ഇൻവോളണ്ടറി പേയ്മെന്റ് ആണ്, ഓർ കമ്പൽസറി പേയ്മെന്റ് ആണ്. സോ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ടാക്സ് കൊടുക്കാണ്ടിരിക്കാനായിട്ട് അല്ലെങ്കിൽ പേ ചെയ്യാണ്ടിരിക്കാനായിട്ട് ഒരു വ്യക്തിക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല. സോ ടാക്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ആൻ ഇൻവോളണ്ടറി കമ്പൽസറി പേയ്മെന്റ് ഇൻ റിട്ടേൺ ഫോർ വിച്ച് നോ ഡയറക്റ്റ് ആൻഡ് സ്പെസിഫിക് ബെനിഫിറ്റ് ഈസ് റെൻഡേർഡ് ടു ദ ടാക്സ് പേയർ. അതായത് ഈ പറഞ്ഞ നിർബന്ധിത പേയ്മെന്റ് ഒരു വ്യക്തി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിക്ക് ടാക്സ് റിസീവ് ചെയ്ത വ്യക്തിയുടെ കയ്യിൽ നിന്ന്, ഓക്കെ, ഒരു വ്യക്തി നിർബന്ധിതമായിട്ട്
ടാക്സ് പേ ചെയ്തു. ആൻഡ് അതിനുശേഷം ടാക്സ് കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിക്ക് ടാക്സ് റിസീവറിന്റെ കയ്യിൽ നിന്ന്, അതായത് സർക്കാരിന്റെ കയ്യിൽ നിന്ന് നേരിട്ടൊരു ആനുകൂല്യം എന്ത് ചെയ്യാൻ പറ്റില്ല, റിസീവ് ചെയ്യാൻ കഴിയില്ല. സോ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ഗവൺമെന്റിലാണെന്ത് ഒരു വ്യക്തി ടാക്സ് കൊടുക്കുന്നത്. സോ ഞാൻ സർക്കാരിന് ടാക്സ് കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ഐ കനോട്ട് ക്ലെയിം എനി ഡയറക്ട് ബെനിഫിറ്റ് ഓർ എനി സ്പെസിഫിക് ബെനിഫിറ്റ് ഫ്രം ദ ഗവൺമെന്റ്. അതിന് പറയുന്നതാണ് ടാക്സ് ഹാസ് നോ ക്വിഡ് പ്രോ ക്വോ. ക്വിഡ് പ്രോ ക്വോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംതിങ് ഫോർ സംതിങ്, പകരത്തിന് പകരം നടത്തില്ലേ, സംതിങ് ഫോർ സംതിങ്. ഒരു കാര്യം ചെയ്യുന്നു, അതിന് പകരം വേറൊരു കാര്യം കിട്ടുന്നു. സോ ടാക്സ് എന്തില്ല, ടാക്സിൽ അങ്ങനെ ഒരു ക്വിഡ് പ്രോ ക്വോ ഇല്ല. ദർ ഇസ് നോ ക്വിഡ് പ്രോ ക്വോ ഇൻ ദ കേസ് ഓഫ് ടാക്സ്. അതാണ് പറയുന്നത് ടാക്സ് പെയർ cannot demand any reciprocal benefit from the tax receiver. എന്നാൽ ഈ പറഞ്ഞ ടാക്സ് റിസീവർ, അതായത് ഗവൺമെന്റ്, will provide some benefit to the taxpayer indirectly. നേരിട്ടല്ല എന്ത് ചെയ്യുന്നുണ്ട്, ചില ആനുകൂല്യങ്ങൾ എന്ത് ചെയ്യും, ടാക്സ് പെയറിന് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ലൈക്ക് റോഡ് പണിഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ പാലം പണിഞ്ഞു കൊടുക്കും, ബിൽഡിംഗ് കെട്ടിക്കൊടുക്കും, അതുപോലെ അയാൾക്ക് വേണ്ട ട്രാൻസ്പോർട്ടേഷൻ എൻഷുർ ചെയ്യുന്നു. സോ ഗവൺമെന്റ് ഇന്റർവ്യൂ എന്ത് ചെയ്യുന്നുണ്ട്, ഇയാളെ ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ടാക്സ് കമ്പൽസറി ആയതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ടാക്സ് കൊടുത്തില്ല എങ്കിൽ അയാൾക്ക് മേലെ എന്ത് ചെയ്യാം, ഗവൺമെന്റ് ക്യാൻ ടേക്ക് പണിഷ്മെന്റ് ഓർ പ്യൂണിറ്റീവ് ആക്ഷൻസ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആൻഡ് എന്തിനൊക്കെയാണ് സർക്കാർ ടാക്സ് കളക്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ, വൈ ടാക്സ് ഇസ് കളക്ടഡ് ഓർ ലെവിഡ് ബൈ ദ ഗവൺമെന്റ് എന്ന് നോക്കുവാണെങ്കിൽ, ദ ഫസ്റ്റ് മെയിൻ റീസൺ എന്താ, ടാക്സ് ഈസ് the main source of revenue for the government. സർക്കാരിന്റെ വരുമാനത്തിന്റെ മെയിൻ സ്രോതസ് എന്താണ്, നികുതിയാണ്. ആൻഡ് ഈ നികുതിയാണ് സർക്കാരിനെ പ്രവർത്തനം ചെയ്യാൻ പ്രാപ്തരാക്കുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ വെൽഫെയർ സ്കീംസ് ആയാലും ഡെവലപ്മെന്റ് പ്രൊജക്ട് ആയാലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനും സർക്കാരിനെ പ്രാപ്തമാക്കുന്നത് ഈ പറഞ്ഞ ടാക്സ് കളക്ഷൻ ആണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ tax can be levied to discourage the consumption of certain items. ചില ഉൽപ്പന്നങ്ങളുടെ കൺസംഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, ടാക്സ് ഗവൺമെന്റ് ഏർപ്പെടുത്താം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കേരളത്തിലെ ഒരു ഇമ്പോർട്ടന്റ് പാനീയമുണ്ട്, ഏതാണെന്ന് അറിയാലോ, ആൽക്കഹോൾ. ആൻഡ് ഈ പറഞ്ഞ ആൽക്കഹോളിന് മേലെ, ചില ആൽക്കഹോളിന് മേലെ 200 ഇരട്ടിയൊക്കെയാണ് എന്ത്, ടാക്സ്. 100 രൂപയായിരിക്കും എന്ത്, അതിന്റെ ബേസ് പ്രൈസ്. ഈ പറഞ്ഞ ആൽക്കഹോളിന്റെ ബേസ് പ്രൈസ് 100 രൂപയാണെങ്കിൽ അതിന് മേലെ പ്രൊഡക്റ്റ് ടാക്സ് ആയിട്ട് വരുന്നത് മേ ബി 200 രൂപയാണ്. വിച്ച് മീൻസ് ഈ പറഞ്ഞ ഉൽപ്പന്നത്തിന്റെ 200 ഇരട്ടിയൊക്കെയാണ് എന്ത്, ചില ആൽക്കഹോളിന് മേലെ ടാക്സ് വരുന്നത്. സോ വി ക്യാൻ സി ഗവൺമെന്റ് ഈസ് ലെവിയിങ് ഹൈ ടാക്സ് ഇൻ ആൽക്കഹോൾ. എന്താ ഉദ്ദേശം, സർക്കാരിന് വരുമാന ഉദ്ദേശമാണ്, തീർച്ചയായും വരുമാനം ഒരു ഉദ്ദേശമാണ്. എന്നാൽ അത് മാത്രമാണോ, അല്ല, വരുമാനത്തിനൊപ്പം തന്നെ വേറെ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശമാണെന്ത്, ഈ പറഞ്ഞ ആൽക്കഹോളിന്റെ കൺസംഷൻ കുറയ്ക്കുക. സെയിം ആസ് ദ കേസ് ഓഫ് സിഗരറ്റ്സ്, ബീഡി, അതിനൊക്കെ എന്തുണ്ട്, ഹൈ ടാക്സ് ആണ് ഗവൺമെന്റ് ലെവി ചെയ്യുന്നത്. ഈ പറഞ്ഞ സിഗരറ്റ്സിന് മേലെ ഹൈ ടാക്സ് ലെവി ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ഇറ്റ് ക്യാൻ ഡിസ്കറേജ് ദ കൺസംഷൻ ഓഫ് സർട്ടൻ. സോ ഞാനൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയാം. എന്റെ ലൈഫിൽ ഞാൻ കണ്ട എക്സാമ്പിൾ ആണ്. ഇതിപ്പോഴല്ല കേട്ടോ, ഒരു 2-3 years ബാക്ക് ഐ വാസ് ഇൻ ട്രിവാൻഡ്രം. ഞാൻ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ദറ്റ്സ് എ പ്ലേസ് കോൾഡ് കുറവൻകോണം. ചിലർക്ക് അറിയായിരിക്കും, കവടിയുള്ളവർക്ക് അറിയാം. കവടിയാൻ എടുത്ത സ്ഥലമാണ് കുറവൻകോണം. സോ ഈ കുറവൻകോണത്തൊരു കടയിൽ ഞാൻ സാധനം വാങ്ങാൻ നിൽക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഒരു പയ്യൻ, ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ബൈക്കിൽ വന്നു. ഒരു കടക്കാരോട് പറഞ്ഞു, ചേട്ടാ 2 സിഗരറ്റ് എന്ന് പറഞ്ഞു. ഞാൻ ആക്ച്വലി പറയട്ടെ, ആക്ച്വലി അങ്ങനെ സിഗരറ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, ലൂസ് എടുക്കാൻ പറ്റത്തില്ല. ഇൻ ആക്ച്വൽ ആസ് പെർ അവർ ഇന്ത്യൻ ലോ ലൂസിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, സിഗരറ്റ്സ് വിൽക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ സിഗരറ്റ്സിന്റെ കവറിൽ, സിഗരറ്റിന്റെ പാക്കറ്റിനകത്ത് ദർ ഈസ് സം അവയർനെസ് പിക്ചർ ഉണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ, അത് കണ്ടു കാണും, റോഡിലൊക്കെ പുറത്ത് കാണാമല്ലോ. സിഗരറ്റ്സിന്റെ പാക്കറ്റിനകത്ത് എന്തുണ്ട്, അതിന്റെ ഏകദേശം 80%, സിഗരറ്റ് പാക്കറ്റിന്റെ 80% എന്താ, പരസ്യമാ. എന്ത്, സിഗരറ്റ് സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, അല്ലേ? സ്മോക്കിംഗ് കോസസ് ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് ഈ ക്യാൻസറിന്റെ കുറെ ഫോട്ടോസ് ഒക്കെയാണ് എന്ത്, അത് കിടക്കുന്നത്.
സോ ഈ പറഞ്ഞ പാക്കറ്റ് മൊത്തമായിട്ടാണ് എന്ത്, അതെ, ശ്വാസകോശ സ്പോഞ്ച് പോലെയാണ്. സോ ഈ പറഞ്ഞ പാക്കറ്റ് മൊത്തമായിട്ടാണ് അത് വിൽക്കേണ്ടത്. കാരണം ഈ പാക്കറ്റ് മൊത്തം ഉണ്ടെങ്കിൽ എന്താ, ഒരു കൺസ്യൂമർ അത് വാങ്ങുമ്പോൾ അയാൾക്ക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യപ്പെടത്തുള്ളൂ, അയാൾക്ക് ഈ പറഞ്ഞ ഈ സ്മോക്കിങ്ങിന്റെ ദൂഷ്യങ്ങളെ പറ്റി അറിയത്തുള്ളൂ. ലൂസിന് ആണെങ്കിൽ അറിയത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ ലൂസ് ചെയ്യാൻ പറ്റില്ല, കേരള പൊസിഷൻ ഇല്ല. എന്നിരുന്നാലും ഈ പയ്യൻ വന്നിട്ട് പറഞ്ഞു ചേട്ടാ 2 സിഗരറ്റ് എന്ന് പറഞ്ഞു. കടക്കാരൻ 2 സിഗരറ്റ് എടുത്തിട്ട് കൊടുത്തു. ആ കൊടുത്ത സമയത്ത് ഈ പയ്യന്റെ കയ്യിൽ 10 രൂപയുള്ളൂ. ആൻഡ് ഈ പയ്യൻ എന്ത് ചെയ്തു, 10 രൂപ എടുത്ത് കടക്കാരനെ കൊടുത്തു. അപ്പൊ കടക്കാരനെ കൊടുത്തപ്പോൾ കടക്കാരൻ പറഞ്ഞു മോനെ ഇതൊന്ന് വില കൂടി, ഇപ്പോ 8 രൂപയാന്ന് പറഞ്ഞു. സോ നേരത്തെ 5 രൂപയായിരുന്നിരിക്കണം, അതാണ് പയ്യൻ 10 രൂപ കൊടുത്തത്. ഇപ്പൊ എന്താണ്, 8 രൂപയാണ്. സോ പയ്യൻ എന്നിട്ട് പറഞ്ഞു എന്നാ ശരി ചേട്ടാ, ഒരെണ്ണം തിരിച്ചു കൊടുത്തു. അയാൾ എന്തേ ഉള്ളൂ, 10 രൂപ ഉള്ളായിരുന്നു, വേറെ പൈസ ഒന്നുമില്ല, ബേക്കറിയൊക്കെ വന്നത്, പക്ഷെ പൈസ ഇല്ലാത്തതുകൊണ്ട് എന്താ പുള്ളിക്കാരൻ ഒരു സിഗരറ്റ് തിരിച്ചു കൊടുത്തു. സോ നോക്കുക, കൂടിയപ്പോ 5 രൂപയിൽ നിന്ന് 8 രൂപയായി സിഗരറ്റിന്റെ വില മാറിയപ്പോ എന്തുണ്ടായി, 2 സിഗരറ്റ് വലിച്ചവൻ 1 സിഗരറ്റ് അടിച്ചു ചുരുങ്ങേണ്ടി വന്നു. അയാളുടെ പൈസ കുറവായപ്പോ 2 സിഗരറ്റ് വലിച്ചവൻ 1 സിഗരറ്റ് ചുരുങ്ങേണ്ടി വന്നു. സോ ഞാൻ കണ്ട റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ്. കാരണം അവന്റെ പൈസ ഇല്ലാത്തതുകൊണ്ട് അവൻ എന്ത് ചെയ്തു, ഈ പറഞ്ഞ 10 രൂപ കൊടുത്തിട്ട് 1 സിഗരറ്റ് വാങ്ങിച്ചു, ബാക്കി 2 രൂപ വെച്ചിട്ട് പോയി. ആൻഡ് ഇതേപോലെ തന്നെ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ കേരളത്തിലെ സപ്പോസ് ദർ ഇസ് എ ഡെയിലി വേജ് വർക്കർ, ആൻഡ് നമ്മുടെ കേരളത്തിൽ മുമ്പ് എന്തില്ല, സപ്പോസ് വിചാരിക്കുക നമ്മുടെ കേരളത്തിൽ എന്താ ടാക്സേ ഇല്ല, ആൽക്കഹോളിന് ടാക്സ് തന്നെയായിരിക്കും. ആൻഡ് ആ സമയത്ത് 1 ലിറ്റർ അല്ലെങ്കിൽ 1 കുപ്പി മദ്യത്തിന് വില 100 രൂപയാണ്. 100 രൂപയാണെന്ത് ഒരു മദ്യത്തിന് വില. ആൻഡ് അന്ന് ബിഫോർ ഹാവിംഗ് ടാക്സ് ഓൺ ദ ആൽക്കഹോൾ, ഒരു ഡെയിലി വേജ് വർക്കർ അയാളുടെ ദിവസ വരുമാനം 500 രൂപയാണെന്ന് വിചാരിച്ചു. 500 രൂപയാണ് ഒരു ഡെയിലി വേജ് വർക്കറിന്റെ വരുമാനം. ആൻഡ് ഹി മേ കൺസ്യൂം 3 bottles ഓഫ് ആൽക്കഹോൾ. സപ്പോസ് അയാൾ 3 ബോട്ടിൽ ആൽക്കഹോൾ എന്ത് ചെയ്തു, കൺസ്യൂം എന്ന് വിചാരിക്കാം. ആ ഒരു കുപ്പി മദ്യത്തിന് 100 രൂപ, ആൻഡ് 3 എണ്ണം ആകുമ്പോൾ 300 രൂപ അയാൾ സ്പെൻഡ് ചെയ്തു. എന്നാൽ ഈ സമയത്താണ് ഗവൺമെന്റ് പറയുന്നു നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഞങ്ങൾ ആൽക്കഹോളിന് മേലെ ടാക്സ് ഏർപ്പെടുത്താൻ പോവാണ്. അങ്ങനെ 100 രൂപയായിരുന്ന മദ്യത്തിന്റെ വില എന്ത് ചെയ്യുന്നു, 300 ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. സോ നേരത്തെ എത്ര, 1 ബോട്ടിൽ 100 ആയിരുന്നെങ്കിൽ ഇപ്പൊ അത് 300 ആയി. സോ നേരത്തെ ഹി ക്യാൻ പർച്ചേസ് 3 bottles ഓഫ് ആൽക്കഹോൾ ഫ്രം ഹിസ് ഇൻകം. അയാളുടെ വരുമാനം ഉപയോഗിച്ച് എന്ത് ചെയ്യാം, അയാൾക്ക് 3 അല്ലെങ്കിൽ 5 വരെ എന്ത് ചെയ്യായിരുന്നു, വാങ്ങായിരുന്നു. പക്ഷെ ഇയാൾ 3 തന്നെ വാങ്ങിച്ചോളൂ. എന്നാൽ ഇപ്പൊ എന്ത് പറ്റി, അയാളുടെ വരുമാനം വെച്ച് ഹി കുഡ് പർച്ചേസ് ഓൺലി 1 ബോട്ടിൽ ഓഫ് ആൽക്കഹോൾ. ബാക്കി 200 എന്ത് ചെയ്യുക, അയാൾ ഷെയർ ഇടും. അല്ല അങ്ങനല്ല, ഈ പറഞ്ഞ ബാക്കി 200 ഉണ്ട്. നോക്കുക, ഈ പറഞ്ഞ 100 രൂപയുടെ മദ്യം 300 ഉയർന്നപ്പോ എന്ത് പറ്റി, ഇയാളുടെ കൺസപ്ഷൻ എന്ത് ചെയ്തു, കുറഞ്ഞു. നേരത്തെ 3 ബോട്ടിലായിരുന്നെങ്കിൽ ഇപ്പൊ 1 ബോട്ടിലായിട്ട് എന്ത് ചെയ്തു, അത് ചുരുങ്ങി. സോ യു ക്യാൻ സി ടാക്സ് ക്യാൻ ബി ഇമ്പോസ്ഡ് ടു റെഡ്യൂസ്, ടു ഡിസ്കറേജ് ദ കൺസംഷൻ ഓഫ് സർട്ടൻ കമ്മോഡിറ്റീസ്. ഇതുപോലെ തന്നെ തേർഡ് എക്സാമ്പിൾ പറയാം. ഇറ്റ് ഈസ് റിഗാർഡിംഗ് എ ടാക്സ് വിച്ച് വാസ് ഇമ്പോസ്ഡ് ഇൻ കേരള ഡ്യൂറിംഗ് 2016. 2016 കാലത്ത് കേരളത്തിൽ പിസ്സ, ബർഗർ, അതുപോലെ ഉള്ള ഈ പറഞ്ഞ സാൻഡ്വിച്ച് പോലുള്ള ഐറ്റത്തിന് മേലെ ഗവൺമെന്റ് ഒരു ടാക്സ് ഇമ്പോസ് ചെയ്തു. അറിയാമോ ആർക്കേലും? 2016 ദ ഗവൺമെന്റ്, വെരി ഗുഡ് അതുപോലെ സാർ, എന്താണ് ദ ടാക്സ് ഈസ് കൊഴുപ്പ് നികുതി. 2016 നമ്മുടെ തോമസ് ഐസക്ക് ധനമന്ത്രി ആയിരുന്ന സമയത്ത് ഏർപ്പെടുത്തിയ ടാക്സ് ആണ് കൊഴുപ്പ് നികുതി, ഓർ ഫാറ്റ് ടാക്സ് എന്ന് പറയും. ആൻഡ് ദിസ് ടാക്സ് വാസ് ഇമ്പോസ്ഡ് ഓൺ ജങ്ക് ഫുഡ്സ് ആണ്. സോ നമ്മുടെ കേരളം നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ആരോഗ്യ മേഖലയിൽ നമ്മൾ മുൻപന്തി നിൽക്കുകയാണ്. എന്നിരുന്നാലും കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ് എപ്പോഴും അറിഞ്ഞിരിക്കുക, വി ആർ നോട്ട് ദ ബെസ്റ്റ്, വി ആർ ബെസ്റ്റ് എമംഗ് ദ റെസ്റ്റ്. അങ്ങനെ അറിഞ്ഞിരിക്കുക. നമ്മൾ ഒരിക്കലും ബെസ്റ്റ് എന്ന് വിചാരിക്കരുത്. കാരണം ഇഫ് വി തിങ്ക് ദാറ്റ് വി ആർ ബെസ്റ്റ്, നമുക്ക് ശേഷം പ്രളയം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വെച്ചോ, നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ there will not be any scope for improvement. ഒന്നോർത്ത് നോക്കൂ, ഒരു കുട്ടിക്ക്
100 മാർക്ക് കിട്ടി. മാക്സിമം മാർക്ക് എത്ര? 100 100 കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിൽ എന്താണ്? ആ കുട്ടിക്ക് ഇംപ്രൂവ് ചെയ്യാൻ സ്കോപ്പ് ഇല്ല. പക്ഷെ നേരെ മറിച്ച് ഒരു കുട്ടിക്ക് 90 മാർക്ക് കിട്ടിയെങ്കിൽ നമുക്ക് പറയാൻ പറ്റും there is some scope for improvement. ആ കുട്ടിക്ക് ഇനിയും വളരാൻ സ്കോപ്പ് ഉണ്ട്. സോ ഇവിടെ നോക്കുക, നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന കാര്യം, പ്രത്യേകിച്ച് കേരളത്തിന്റെ കേസിൽ അറിഞ്ഞിരിക്കുക, നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് കേരളം കിടിലമാണ്, കേരളം കിടിലമാണ്. തീർച്ചയായും കേരളം കിടിലമാണ് കമ്പയർ ടു ദ സ്റ്റേറ്റ്സ്. അപ്പോഴാണ് എന്ത് കേരളം കിടിലം. മറ്റ് സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ കേരളം മികച്ചതാണ്. എന്നാൽ എല്ലാ കാര്യവും മികച്ചതാണോ? അല്ല. ഇപ്പൊ വേസ്റ്റ് മാനേജ്മെന്റ്, ഇപ്പൊ ട്രിവാൻഡ്രത്തുള്ളവർക്കും പ്രത്യേകിച്ച് എറണാകുളത്തുള്ളവർക്ക് അറിയാം വേസ്റ്റ് മാനേജ്മെന്റ് എത്രമാത്രം എഫിഷ്യന്റ് ആണെന്ന്. സോ ഈ പറഞ്ഞ വേസ്റ്റ് മാനേജ്മെന്റ് കേസിൽ കേരളം പരാജയമാണ്. പല കേസിലും പരാജയമാണ് കേരളം. ആൻഡ് പല കാര്യം, ഇപ്പൊ ഹെൽത്ത് ആയാലും എഡ്യൂക്കേഷൻ ആയാലും വി ആർ കമ്പാരിറ്റീവ്ലി ബെറ്റർ ഓർ വി ആർ ബെസ്റ്റ് എമംഗ് ദ റെസ്റ്റ്. മറ്റുള്ളവരിൽ നമ്മൾ കേമമാണ് എന്ന് അതിനർത്ഥം നമ്മളാണ് ഏറ്റവും കേമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ there will not be any scope for improvement. നമുക്ക് ശേഷം അല്ല ആരുമില്ല, നമ്മളെന്താ ഏറ്റവും കൂടുതൽ നമ്മളാണ്, നമുക്ക് ശേഷം വേറെ ആരുമില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഒരു ഇംപ്രൂവ്മെന്റിനുള്ള സ്കോപ്പ് നശിച്ചു. ഇപ്പൊ ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ആരോഗ്യ മേഖല മുൻപന്തി നിൽക്കുകയാണെങ്കിലും നമ്മുടെ കേരളത്തിൽ ഉള്ള ചലഞ്ചാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ്, പ്രത്യേകിച്ച് കാർഡിയോ വാസ്കുലർ ഡിസീസ്, ഒബീസിറ്റി, ഈ പറഞ്ഞ ഡയബറ്റീസ്, ഇതൊക്കെ എന്താണ് കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുക. ആൻഡ് ഇത് കൂടെ കാരണം എന്താ? പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ആണ്. സോ പണ്ട് കാലത്തെ അപേക്ഷിച്ച് there is some drastic change in the food habits of Keralians. നമ്മുടെ മലയാളികളുടെ ഫുഡ് ഹാബിറ്റ്സ് കുറെ മാറ്റമുണ്ട്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ജങ്ക് ഫുഡ്സ് ധാരാളം കൂടുതൽ കഴിക്കുന്നു. ഇപ്പൊ KFCയും ബർഗറും, അല്ലെ KFCയും ബർഗർ കിങ്ങും, അതുപോലെ തന്നെ ഈ പറഞ്ഞ പിസ്സ ഹട്ടും ഒക്കെ കേരളത്തിൽ എന്താ അവരുടെ ഔട്ട്ലെറ്റ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ഈ പറഞ്ഞ ഔട്ട്ലെറ്റ് എക്സ്പാൻഡ് ചെയ്യുന്നതനുസരിച്ച് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് കൂടുതൽ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ആ 2016 നമ്മുടെ കേരളത്തിലെ ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ ഒരു ഘടകമായിട്ട് ഗവൺമെന്റ് കണ്ടത് ജങ്ക് ഫുഡ്സിന്റെ കൺസംഷൻ ആണ്. ഇതുപോലുള്ള ജങ്ക് ഫുഡ്സിന്റെ കൺസംഷൻ കുറയ്ക്കുക എന്ന ഉദ്ദേശത്തിൽ കൊണ്ടുവന്ന നികുതിയാണ് ഫാറ്റ് ടാക്സ്, അല്ലെങ്കിൽ കൊഴുപ്പ് നികുതി എന്ന് പറയും. സോ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് മേലെ, ഇതുപോലുള്ള ജങ്ക് ഫുഡ്സിന് മേലെ 13.5% ആണെന്ത് ഗവൺമെന്റ് ടാക്സ് ഏർപ്പെടുത്തിയത്. ആൻഡ് യു ക്യാൻ സി ഈ നികുതി ഇപ്പോൾ ഇല്ല. അതിന് കാരണം 2017 GST വന്നപ്പോൾ ഈ നികുതി ഇല്ലാണ്ടായി. ആൻഡ് വൺ മോർ തിങ്, ദിസ് ഈസ് ദ ടാക്സ് വിച്ച് വാസ് ഇമ്പോസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ. ആദ്യമായിട്ടാണ് ഫാറ്റ് ടാക്സ് എന്ന നികുതി ഇന്ത്യയില് ഒരു സ്റ്റേറ്റ് ഇമ്പോസ് ചെയ്തത്. സോ കേരള ഇസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് which has imposed fat tax in India. And globally പറയുകയാണെങ്കിൽ ഡെൻമാർക്ക് ആണ് ഈ പറഞ്ഞ ഫസ്റ്റ് കൺട്രി ടു ഇമ്പോസ് ഫാറ്റ് ടാക്സ്. ഡെൻമാർക്ക് is the first country to impose fat tax in world. So that is regarding the third rationale. And fourth നോക്കുകയാണെങ്കിൽ the fourth reason for collecting tax പറയുമ്പോൾ it can reduce rich poor divide. നോക്കുക, നമ്മള് ഇൻകം ടാക്സ് എടുക്കുമ്പോൾ, സോ ഐ എം ടേക്കിംഗ് ഫ്യൂ മോർ മിനിറ്റ്സ് കേട്ടോ, എനിക്കറിയാം ഞാൻ എക്സീഡ് ചെയ്തു, 3 minutes എക്സീഡ് ചെയ്തു. ഈ ഒരു ടോപ്പിക്ക് ഈ സ്ലൈഡ് കഴിഞ്ഞിട്ട് ഞാൻ എൻഡ് ചെയ്യാം. സോ അടുത്ത റാഷണലാണ് ടാക്സ് കളക്ഷൻ ക്യാൻ റെഡ്യൂസ് റിച്ച് പുവർ ഡിവൈഡ്. നമ്മുടെ ഇൻകം ടാക്സ് എടുക്കുവാണെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് പാവപ്പെട്ട കയ്യിൽ നിന്ന് ഇൻകം വളരെ കുറവുള്ള ആളുകളിൽ നിന്ന് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നില്ല? ടാക്സ് കളക്ട് ചെയ്യുന്നില്ല. ഓർ ഗവൺമെന്റ് ടാക്സ് കളക്ട് ചെയ്യുന്നത് വളരെ കുറച്ചാണ്. സോ വെൻ ഗവൺമെന്റ് ഈസ് ടാക്സിങ് ഇൻഡിവിജ്വൽസ്, in the case of income tax, poor people are taxed less while rich people are taxed more. Suppose ടാക്സ് വരുന്നതിന് മുന്നേ പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള ഗ്യാപ്പ് ഇതാന്ന് വിചാരിക്കാം. ദിസ് ഈസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ പുവർ ആൻഡ് റിച്ച് ഇൻ ദ കൺട്രി. ആ സമയത്താണ് ഗവൺമെന്റ് എന്ത് ചെയ്തത്? ഇൻകം ടാക്സ് ഇമ്പോസ് ചെയ്തത്. വിച്ച് മീൻസ് എ സർട്ടൻ പോർഷൻ ഓഫ് ഇൻകം ഫ്രം റിച്ച് പീപ്പിൾ ഈസ് ക്യാപ്ചർഡ് ബൈ ദ ഗവൺമെന്റ്. ഗവൺമെന്റ് എന്ത് ചെയ്തു? അത് ക്യാപ്ചർ ചെയ്തു. ആൻഡ് ആഫ്റ്റർ റിസീവിംഗ് ദാറ്റ് ഇൻകം, ഗവൺമെന്റ് എന്ത് ചെയ്യും? ഈ എമൗണ്ട്, ഈ കളക്ട് ചെയ്ത എമൗണ്ട് ക്യാൻ ബി യൂസ് ടു ഇൻക്രീസ് ദ
വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. നോക്കുമ്പോ എന്താ, ആ പാവപ്പെട്ടവന്റെ വെൽഫെയർ കുറച്ച് ഇമ്പ്രൂവ് ചെയ്തു. സോ നേരത്തെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ ഇത്രയായി. അന്തരം നോക്കുമ്പോ ഡിസ്പാരിറ്റി നേരത്തെ ഇത്ര ഉണ്ടായിരുന്നു, ആൻഡ് ഇപ്പൊ എന്താ, ആ ഡിസ്പാരിറ്റി ഇൻ ഇൻകം കുറഞ്ഞു ബിക്കോസ് ഓഫ് ദിസ് വെൽഫെയർ മെഷർ ആൻഡ് ബിക്കോസ് ഓഫ് അബ്സോർബിംഗ് എ പോർഷൻ ഓഫ് ഇൻകം ഫ്രം റിച്ച്. ദെൻ മറ്റൊരു മറ്റൊരു റാഷണലാണ് reducing the import and export of items. നിങ്ങൾ ഈ ഇടയ്ക്ക് കേട്ട് കാണും, ഇന്ത്യൻ ഗവൺമെന്റ് അരിയുടെ എക്സ്പോർട്ട് പ്രിവെന്റ് ചെയ്തു. അതിന് ഭാഗമായിട്ട് അരിക്ക് മേലെ എക്സ്പോർട്ട് ഡ്യൂട്ടി ഗവൺമെന്റ് ഏർപ്പെടുത്തി. കേട്ടിരുന്നോ നിങ്ങൾ? ഈ അടുത്തിടയ്ക്ക് വാർത്ത വന്നതാണ്. അരിയുടെ എക്സ്പോർട്ട് ഗവൺമെന്റ് പ്രിവെന്റ് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അരിക്ക് മേലെ എക്സ്പോർട്ട് ഡ്യൂട്ടി ഏർപ്പെടുത്തുന്ന വാർത്ത ഉണ്ടായിരുന്നു. നോക്കുമ്പോ ഈ പറഞ്ഞ എക്സ്പോർട്ട് ഡ്യൂട്ടി ഏർപ്പെടുത്തുമ്പോ ഇവിടെ നിന്നൊരു കച്ചവടക്കാരൻ ഒരു ഉൽപ്പന്നം ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ അതിന്റെ വില എന്ത് ചെയ്യും? വർദ്ധിക്കും. ഇങ്ങനെ ഉയർന്ന വിലയ്ക്ക് ഒരു ഉൽപ്പന്നം മറ്റു വിപണിയിലേക്ക് പോകുമ്പോൾ എന്തുണ്ടാവും? ഡിമാൻഡ് കുറയും. കാരണം പ്രൈസ് ഓഫ് ഗുഡ് കൂടുമ്പോ അതിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും. സോ വി ക്യാൻ സി when government is taxing commodities while exporting, it can reduce the competitiveness of the commodity. ഈ ഉൽപ്പന്നത്തിന്റെ മത്സരക്ഷമത ഓർ കോമ്പറ്റീറ്റീവ്നെസ് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. കാരണം എന്താ, ഈ ഉൽപ്പന്നം ഉയർന്ന വിലയ്ക്കാണ് മറ്റു കൺട്രിയിലേക്ക് പോകുന്നത്. എന്നാൽ മറ്റു കൺട്രിയിൽ കുറഞ്ഞ വിലയ്ക്ക് ഈ സെയിം ഉൽപ്പന്നം വരുമായിരിക്കും. ഇപ്പം ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് സാധനം പോയി, ആൻഡ് അമേരിക്കയിൽ ഇന്ത്യ മാത്രമല്ല എക്സ്പോർട്ട് ചെയ്യുന്ന സാധനം, പല കൺട്രിയും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇന്ത്യ എക്സ്പോർട്ട് ചെയ്ത ഉൽപ്പന്നം ഉയർന്ന വിലയാണെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്തില്ല? അത് വാങ്ങില്ല. മറ്റു കൺട്രിയിൽ എക്സ്പോർട്ട് ചെയ്ത ഉൽപ്പന്നം വാങ്ങും. അതുപോലെ വി ക്യാൻ ഇമ്പോസ് ടാക്സ് ഓൺ ഇമ്പോർട്ട് ആൾസോ. നമുക്ക് എന്ത് ചെയ്യാം? ഉൽപ്പന്നം കയറ്റുമതി ചെയ്യുമ്പോൾ മാത്രമല്ല, ഇറക്കുമതി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ടാക്സ് ഇമ്പോസ് ചെയ്യാം. ആൻഡ് that can be used to reduce the import of commodity. നമ്മുടെ ഇറക്കുമതി കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? നമുക്ക് ഈ പറഞ്ഞ ടാക്സ് ഇമ്പോസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, there's a tax called anti-dumping duty. എന്താണ് anti-dumping duty എന്ന ടാക്സ് ഉണ്ട്. ഇത് കൊണ്ടുവന്നത്, സപ്പോസ് ഇന്ത്യ എടുക്കുക, ചൈന എടുക്കുക, ഇന്ത്യ, ചൈന, ആൻഡ് ചൈന is exporting or India is importing some commodities from China, suppose toys. And നോക്കുക, ചൈനീസ് മാർക്കറ്റില് സപ്പോസ് ഈ ടോയ്ക്ക് വില 10 രൂപയാണ്. ചൈനയുടെ വിപണിയിൽ ചൈന എക്സ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ ടോയ്ക്ക് ചൈനീസ് വിപണിയിൽ വില 10 രൂപയാണ്. എന്നാൽ ഇന്ത്യയിലേക്ക് ചൈന എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ചൈന എന്ത് ചെയ്യുന്നു? 5 രൂപയ്ക്ക് എന്ത് ചെയ്യുന്നു? ഈ ടോയ് എക്സ്പോർട്ട് ചെയ്യുന്നു. ഇതിനു വേണ്ടിയാണ് കുറഞ്ഞ വിലയ്ക്ക് ഉള്ള ടോയ്സ് ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന വഴി ചൈന എയിം ചെയ്യുന്നത് ഇന്ത്യയിലെ ആഭ്യന്തര ടോയ് മാനുഫാക്ചറിംഗ് മേഖല തകർക്കുക. കാരണം എന്താ, നമ്മുടെ ഇന്ത്യയിൽ കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പന്നം ലഭിക്കുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? അത് പർച്ചേസ് ചെയ്യും. സോ അങ്ങനെ വരുമ്പോ എന്താ, ഇന്ത്യൻ മെയ്ഡ് ടോയ്ക്ക് ഉള്ള ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും. കാരണം ഇന്ത്യൻ മെയ്ഡ് ടോയ് ഇന്ത്യക്കാർക്ക് ഈ കുറഞ്ഞ വിലക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വിൽക്കാൻ കഴിയില്ല. അവർക്ക് മേ ബി 15 രൂപയ്ക്ക് വിൽക്കാൻ കഴിയുന്നത്. സോ എന്താ, ചൈനീസിന്റെ ലോ കോസ്റ്റ് ടോയ് എന്ത് ചെയ്യും? ഇന്ത്യൻ മാർക്കറ്റ് പിടിച്ചെടുക്കും. ഇന്ത്യയിലെ ആഭ്യന്തര ടോയ് മാനുഫാക്ചറിംഗ് മേഖല തകരും. കാരണം എന്താ, അവരുടെ ഉൽപ്പന്നം ആരും വാങ്ങുന്നില്ല, ചൈനീസ് ഉൽപ്പന്നം എല്ലാവരും വാങ്ങും. സോ അത് മറികടക്കാനായിട്ട് ഈ സപ്പോസ് നമ്മൾ കാണുകയാണ്, ഒരു ഫോറിൻ കൺട്രി അവരുടെ ആഭ്യന്തര മാർക്കറ്റിനേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് ഒരു ഉൽപ്പന്നം ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് എന്ന് കാണുകയാണെങ്കിൽ, ഇന്ത്യ ക്യാൻ ഇമ്പോസ് എ ഡ്യൂട്ടി കോൾഡ് ആന്റി-ഡംപിംഗ് ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് their domestic industrial base. ഇന്ത്യയുടെ ആഭ്യന്തര വ്യാപാര മേഖലയെ അല്ലെങ്കിൽ ആഭ്യന്തര
നിർമ്മാണ മേഖലയെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, അതിനെ സംരക്ഷിക്കാനായിട്ട് ഒരു ഫോറിൻ കൺട്രി കുറഞ്ഞ വിലയ്ക്ക് കൺട്രിയിലേക്ക് ഉൽപ്പന്നങ്ങൾ ഡംപ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ക്യാൻ ഇമ്പോസ് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി. ഇവിടെ എന്താ പറ്റിയത്? 10 രൂപയാണ് ചൈനയുടെ വിപണിയിൽ വില. എന്നാൽ 5 രൂപയ്ക്ക് എന്ത് ചെയ്യുന്നു? ചൈന ഇന്ത്യയിലേക്ക് ഉൽപ്പന്നം കയറ്റുമതി ചെയ്യുന്നു. ഇങ്ങനെ ഇഫ് എ കൺട്രി ഈസ് എക്സ്പോർട്ടിംഗ് എ കമ്മോഡിറ്റി ഈസ് ലോവർ ദാൻ ദർ ഡൊമസ്റ്റിക് മാർക്കറ്റ് പ്രൈസ്, ഡൊമസ്റ്റിക് പ്രൈസിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഒരു ഉൽപ്പന്നം ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതിന് മേലെ ഇമ്പോസ് ടാക്സ് ആണെന്ത്? ആന്റി ഡംപിംഗ് ഡ്യൂട്ടി. സപ്പോസ് ഇതിന് മേലെ എന്ത് ചെയ്യുന്നു? 10 രൂപ, അത് 15 രൂപയായിരിക്കും എന്ത്? ചൈനീസ് ടോയ് ഇന്ത്യ വരുമ്പോൾ ഉള്ള വില, ഇന്ത്യൻ മാർക്കറ്റ് വരുമ്പോൾ ഉള്ള വില. അങ്ങനെ വരുമ്പോൾ എന്താ? ഇറ്റ് ക്യാൻ കോമ്പീറ്റ്. ഈ പറഞ്ഞ രണ്ടുപേരും ഒരേ പ്ലാറ്റ്ഫോമിൽ കോമ്പീറ്റ് ചെയ്യുന്നു. ഡൊമസ്റ്റിക് ഗുഡ്സും ഇമ്പോർട്ട് ഗുഡ്സും ഒരേ പ്ലാറ്റ്ഫോമിൽ കോമ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ റാഷണൽ. ആൻഡ് യു ക്യാൻ സി ഇന്ത്യയിലുള്ള എല്ലാ ടൈപ്സ് ഓഫ് ഗവൺമെന്റും, കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ലോക്കൽ ഗവൺമെന്റും ഇതിനുണ്ട് ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്. സെൻട്രൽ ആയാലും സ്റ്റേറ്റ് ആയാലും ലോക്കൽ ഗവൺമെന്റ് ആയാലും all these types of government are collecting tax in the case of India. എക്സാമ്പിൾ പറയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് എക്സാമ്പിൾ ഇൻകം ടാക്സ്, അതുപോലെ കോർപ്പറേറ്റ് ടാക്സ്, കമ്പനികളുടെ ആദായ നികുതി. അതുപോലെ ലോക്കൽ ഗവൺമെന്റ് പറയുമ്പോൾ പ്രോപ്പർട്ടി ടാക്സ് അറിയായിരിക്കുമല്ലോ, കെട്ടിട നികുതി. നമ്മൾ വീട്ടുകനം എവിടെ അടയ്ക്കുന്നത്? പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ആയിരിക്കും. ദെൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിൽ വി ക്യാൻ സി ലാൻഡ് ടാക്സ് ഓർ ലാൻഡ് റവന്യൂ, ഭൂനികുതി അല്ലെ. അതുപോലെ മോട്ടോർ വെഹിക്കിൾ ടാക്സ് കളക്ട് ചെയ്യുന്ന ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഇൻട്രോ ഫോർ ടാക്സ്. വി വിൽ ഡിസ്കസ് ദ റെസ്റ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. സോ നമ്മുടെ മെന്റർഷിപ്പ് ഉണ്ട്. ഫസ്റ്റ് മെന്റർഷിപ്പ് എനിക്ക് തോന്നുന്നു 5 മേഡം തോന്നുന്നു. മേഡം നമുക്ക് 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഐ തിങ്ക് ഞാൻ പറഞ്ഞ ടൈം 8:50 ആണെന്ന് തോന്നുന്നു. വി ക്യാൻ സ്റ്റാർട്ട് at 9. ആൻഡ് അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു അർച്ചന മേഡം ആണെന്ന് തോന്നുന്നു അല്ലേ? ഐ തിങ്ക് ഓൺ 9:30 അർച്ചന മേഡമാണ്. സോ എവരി വൺ പ്ലീസ് ബി പ്രിപ്പയർഡ്. ഞാൻ വിളിക്കാം, പറ്റുന്നവർക്ക് സൂമിൽ അറ്റൻഡ് ചെയ്യാം, അല്ലാത്തവരെ ഞാൻ പേഴ്സണലി ഫോൺ വിളിക്കാം. ഓക്കെ, നമുക്ക് എന്നാ സെഷൻ എൻഡ് ചെയ്യാം. ഓക്കെ, ഇതെല്ലോട്ടുണ്ടോ? Any doubt? ഇല്ല. ആൻഡ് ഐ വിൽ അപ്ഡേറ്റ് ദ നോട്ട്. ഇന്നത്തെ നോട്ട് ഞാൻ ഇന്ന് വൈകിട്ടത്തേക്ക് അപ്ഡേറ്റ് ചെയ്യാം. ബൈ ഈവനിങ് ഐ വിൽ അപ്ഡേറ്റ് ദ നോട്ട്. ടാറ്റ.